ഒരു സർവകലാശാല പ്രൊഫസറാകാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരാളാണ് കാൾ മാർക്സ്. മാർക്സിൻ്റെ പ്രസിദ്ധമായ ഒരു വാക്യമുള്ളത്, യാതന അനുഭവിക്കുന്ന മനുഷ്യരാശിയെ കണ്ടില്ലെന്ന് നടിച്ചിരുന്നെങ്കിൽ ഞാൻ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഒരു പ്രൊഫസറാകുമായിരുന്നു എന്നാണ്. ഞങ്ങളൊക്കെ എങ്ങനെയാണ് പ്രൊഫസർമാരായത് എന്നതിൻ്റെ ഒരു വിശദീകരണം കൂടി അതിനകത്തുണ്ട് ഒരർത്ഥത്തിൽ. അദ്ദേഹം ജീവിച്ച കാലത്ത് അദ്ദേഹം കാര്യമായിട്ടൊന്നും ആദരിക്കപ്പെട്ട ഒരാളല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, മാർക്സിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് 11 പേരാണ്. അദ്ദേഹം സംസ്കരിക്കപ്പെട്ട ഹൈഗേറ്റിൽ സെമിത്തേരിയിൽ അദ്ദേഹത്തിന് തൊട്ടടുത്ത് 19-ാം നൂറ്റാണ്ടിൻ്റെ അരിസ്റ്റോട്ടിൽ എന്ന് വിളിക്കപ്പെട്ട ഹെർബർട്ട് സ്പെൻസർ ഉണ്ടായിരുന്നു. ഇന്ന് ഹെർബർട്ട് സ്പെൻസർ അവിടെ ഉണ്ടെന്ന് സ്പെൻസറുടെ വീട്ടുകാർക്ക് പോലും അറിഞ്ഞുകൂടാ. മാർക്സ് പക്ഷേ കഴിഞ്ഞ 2 നൂറ്റാണ്ട് കൊണ്ട് ചരിത്രത്തിലേക്ക് കടന്നു കയറുകയും ഒരുപക്ഷെ നാം അറിയാതെ തന്നെ നമ്മെ വലയം ചെയ്യുന്ന ഒരു ലോകമായി മാർക്സിൻ്റെ ആശയങ്ങളുടെ ലോകം മാറിത്തീരുകയും ചെയ്തു. മാർക്സിലൂടെയാണ് നാം ലോകത്തെ കാണുന്നത് എന്ന് പലപ്പോഴും നാം അറിയണമെന്ന് പോലുമില്ല. ഉദാഹരണത്തിന്, നാം നിരന്തരമായി ഉപയോഗിക്കുന്ന ചില ആശയങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി എന്ന വാക്ക് മാർക്സാണ് സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചകളിൽ ആദ്യമായി അവതരിപ്പിച്ചത് എന്ന കാര്യം നാം പൊതുവെ ശ്രദ്ധിക്കാറില്ല. പക്ഷെ നാം അനുദിനം ഉപയോഗിക്കും. വലിയ ചിന്തകരങ്ങനെയാണ്. അവർ ചിന്തകരായിട്ട് നിൽക്കില്ല, ഒരു ജനതയുടെ ജീവിത ബോധത്തിൻ്റെ ഭാഗമായിട്ട് മാറിത്തീരും. അങ്ങനെ മാറിത്തീരുകയാണ് മാർക്സ് ചെയ്തത്. അതുകൊണ്ട് മാർക്സിലൂടെ കൂടിയാണ് നാം ഇപ്പോൾ ലോകത്തെ കാണുന്നത്. 20-ാം നൂറ്റാണ്ടിനെടുത്താൽ ഫ്രോയിഡിനെ ഒഴിവാക്കി നമുക്ക് 20-ാം നൂറ്റാണ്ടിൻ്റെ മനുഷ്യാവസ്ഥയെ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ മാർക്സിനെ ഒഴിവാക്കിയും നമുക്ക് 20-ാം നൂറ്റാണ്ടിനെയോ ഇനി അങ്ങോട്ടുള്ള മനുഷ്യ ജീവിതത്തെയോ മനസ്സിലാക്കുക എളുപ്പമല്ല. അത്രമേൽ സ്വാധീനം അദ്ദേഹം നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. കണിശമായ അർത്ഥത്തിൽ അദ്ദേഹം ഒരു അക്കാദമിക് പണ്ഡിതനായിരുന്നില്ല. നമ്മൾ ഇന്ന് കാണുന്ന വിഷയങ്ങളെ, അവയുടെ വിഭജന രേഖകളെ ഒന്നും മാനിച്ച ആളല്ല മാർക്സ്. നമ്മൾ ഡിസിപ്ലിൻസ് എന്ന് പറയുമല്ലോ, ജ്ഞാനശാഖകൾ. ജ്ഞാനശാഖാപരമായ അതിർത്തികൾക്കുള്ളിലല്ലായിരുന്നു മാർക്സിൻ്റെ ആലോചനകൾ അരങ്ങേറിക്കൊണ്ടിരുന്നത്. അതിന് കുറുകെ അദ്ദേഹം നിരന്തരമായി സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ജീവിച്ച കാലത്ത് മാർക്സ് ഏതെങ്കിലും ഒരു മേഖലയിലെ സവിശേഷ വൈദഗ്ധ്യമുള്ള ആളായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നില്ല. മാർക്സ് ഒരു സാമ്പത്തിക ചിന്തകനാണെന്ന് അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം മനസ്സിലാക്കപ്പെട്ടിട്ടില്ല. ചരിത്രകാരനാണെന്നോ തത്വചിന്തകനാണെന്നോ ഒന്നും ആ കാലത്ത് അദ്ദേഹം മനസ്സിലാക്കപ്പെട്ടിട്ടില്ല. കണിശമായ അർത്ഥത്തിൽ ഇപ്പോഴും അല്ല വേണമെങ്കിൽ. കാരണം ഇതൊക്കെ വേറിട്ട് നിൽക്കുന്ന വിഷയങ്ങളാണ് എന്ന് കരുതാതെ യാഥാർത്ഥ്യത്തെ മൂർത്തമായി അഭിസംബോധന ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആശ്രയിക്കേണ്ടി വരുന്ന ചില ജ്ഞാനശാഖാപരമായ സ്ഥാനങ്ങളാണ് എന്ന നിലയിലാണ് മാർക്സ് ഇവയൊക്കെ കാണാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ തൻ്റെ കാലത്ത് അദ്ദേഹം വളരെ അസ്വീകാര്യൻ എന്ന് തന്നെ പറയാവുന്ന ഒരാളായിരുന്നു. നമ്മളൊട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടാവാനിടയില്ലാത്തൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ മൂലധനത്തിൻ്റെ 1-ാം വോള്യം പുറത്തു വരുന്നത് 1867-ലാണ്. ഏതാണ്ട് 20 വർഷക്കാലത്തെ പരിശ്രമം കൊണ്ടാണ് ആ ഗ്രന്ഥത്തിൻ്റെ ആദ്യ വോള്യം അദ്ദേഹം പൂർത്തിയാക്കിയത്. ജർമ്മൻ ഭാഷയിലാണ് മാർക്സ് അത് എഴുതിയത്. അതിനും ചില പ്രാധാന്യങ്ങളുണ്ട്. മാർക്സ് ജീവിച്ചത് അവസാനത്തെ 35 വർഷക്കാലവും മാർക്സ് ജീവിച്ചത് ഇംഗ്ലണ്ടിലാണ്. ആധാര ഗ്രന്ഥങ്ങളൊക്കെ മിക്കവാറും ഇംഗ്ലീഷായിരുന്നു. എങ്കിലും അദ്ദേഹം ജർമ്മൻ ഭാഷയിൽ എഴുതാനാണ് തീരുമാനിച്ചത്. ആ കൃതി
ഇന്ന് ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രചനയായി മാറിയെങ്കിലും മൂലധനം ഒന്നാം വോള്യത്തിന് രണ്ടാമതൊരു പതിപ്പുണ്ടായത് 5 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. 1000 കോപ്പി വിറ്റ് തീരാനായിട്ട് 5 വർഷം എടുത്തു. മാർക്സ് അതേക്കുറിച്ച് പറഞ്ഞൊരു കാര്യം, അതെഴുതാൻ വേണ്ടി ഞാൻ വലിച്ച സിഗരറ്റിൻ്റെ വില പോലും എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നാണ്. മാർക്സിൻ്റെ അമ്മ അതിനെക്കുറിച്ച് പറയുന്ന രസമുള്ളൊരു നിരീക്ഷണം, ഈ മൂലധനത്തെക്കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നതിന് പകരം കുറച്ച് മൂലധനം അയാൾ ഉണ്ടാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ്. അങ്ങനെയൊക്കെ അതിനേക്കാളൊക്കെ ഹൃദയസ്പർശിയായ ഒരു വാക്യമുണ്ട് കേട്ടോ. മാർക്സിന് വളരെ പ്രിയപ്പെട്ട മകൻ എഡ്ഗാർ 8-ാം വയസ്സിൽ മരിച്ചു കഴിഞ്ഞു. പട്ടിണികളും. മാർക്സിന് 7 മക്കളുണ്ടായിരുന്നു, 4 കുട്ടികളും മരിച്ചു, 3 കുട്ടികളെ ജീവിച്ചുള്ളൂ. രോഗാതുരങ്ങളായ ജീവിതമായിരുന്നു അവരുടെയൊക്കെ. മകനോട് വലിയ സ്നേഹമായിരുന്നു. മകൻ മരിച്ച ദിവസങ്ങളിൽ മാർക്സ് എഴുതുന്ന ഡയറിയിലെ ഒരു വാക്യം, ഞെങ്ങിയും ഞെരുങ്ങിയുമാണെങ്കിലും ഞാൻ ഇതുപോലെ തന്നെ ജീവിക്കും, പണമുണ്ടാക്കുന്നൊരു യന്ത്രമാക്കി എന്നെ മാറ്റാൻ ബൂർഷ്വാസിയെ ഞാൻ അനുവദിക്കില്ല. മകൻ്റെ ജഡം സംസ്കരിക്കാൻ പണമില്ലാതെ എംഗൽസ് അയച്ചു കൊടുക്കുന്ന പണത്തിന് കാത്തിരിക്കുന്ന സമയത്ത് ഡയറിയിൽ എഴുതിയൊരു വാക്യം ഇതാണ്, പണമുണ്ടാക്കുന്നൊരു യന്ത്രമാക്കി എന്നെ മാറ്റാൻ ബൂർഷ്വാസിയെ ഞാൻ അനുവദിക്കില്ല. എത്രമേൽ പരാജിതമായ വ്യക്തിജീവിതമായിരുന്നു മാർക്സിൻ്റേതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ പിന്നീട് മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തെ ആകമാനം പുതുക്കി പണിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളിലൊന്നായിട്ട് മാർക്സും അദ്ദേഹത്തിൻ്റെ ആശയലോകങ്ങളും മാറിത്തീർന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇന്ന് മാർക്സ് പല രൂപത്തിൽ ആലോചിക്കപ്പെടുന്നു. ടെറി ഗിൽട്ടൺ 10 വർഷം മുമ്പ് ഒരു പുസ്തകം എഴുതുകയുണ്ടായി, വൈ മാർക്സ് വാസ് റൈറ്റ്, മാർക്സ് എന്തുകൊണ്ട് ശരിയാണ് എന്ന ഒരു ഗ്രന്ഥം. അതിലദ്ദേഹം രസമുള്ളൊരു നിരീക്ഷണം അവതരിപ്പിക്കുന്നത്, ഒരുപക്ഷെ നിങ്ങൾ പലപ്പോഴും കേട്ട് കാണാനിടയുള്ളൊരാശയത്തെക്കുറിച്ച് കൗതുകമുള്ള ഒരു ആശയം ഈഗിൾട്ടൺ പറയുന്നുണ്ട്. ഈഗിൾട്ടൺ ആ പുസ്തകം തുടങ്ങുന്നത് മാർക്സ് മരിച്ചു എന്നാണ്. മാർക്സിസം മരിച്ചു എന്നാണ് ധാരാളമായി ഇപ്പോൾ വിമർശനമുയരുന്നത്. ഈഗിൾട്ടൺ പറയുന്നത്, വാസ്തവത്തിൽ മാർക്സിസം മരിച്ചു കാണാൻ ആഗ്രഹിക്കുന്നത്, മറ്റാരേക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ മാർക്സിസ്റ്റുകൾ തന്നെയാണ്. കാരണം മാർക്സിസം മറ്റേതെങ്കിലും ഒരു ഇസത്തെ പോലെയല്ല, മതങ്ങളെപ്പോലെ അല്ലെങ്കിൽ മറ്റു തരം പ്രസ്ഥാനങ്ങളെപ്പോലെ ധാരാളമായ ആളുകൾ കൂടി വന്ന് വലുതായി വരണം എന്നാഗ്രഹിക്കുന്ന ഒരു ഇസല്ല. മറിച്ച് മാർക്സിസം, അദ്ദേഹം പറയുന്നത്, അത് ഒരു ചികിത്സയാണ്. അത് മുതലാളിത്തം ഉണ്ടാക്കുന്ന രോഗങ്ങൾക്കുള്ളൊരു ചികിത്സയാണ്. അതുകൊണ്ട് മാർക്സിസ്റ്റുകൾ വൈദ്യന്മാരെ പോലെയാണ്, ചികിത്സകരാണ്. മുതലാളിത്തത്തിൻ്റെ രോഗാതുരതയ്ക്കുള്ള ചികിത്സയായിട്ടാണ് മാർക്സിസം വന്നത്. അതുകൊണ്ട് മുതലാളിത്തം, ഒരു നല്ല വൈദ്യൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ വൈദ്യവൃത്തി ആവശ്യമില്ലാത്ത അഥവാ രോഗികളില്ലാത്തൊരു സമുദായം ഉണ്ടാവണം. നല്ല വൈദ്യൻ കേട്ടോ, രോഗികളില്ലാത്ത ഒരു സമൂഹം ഉണ്ടാവണം, ആരോഗ്യം മാത്രമല്ല. അപ്പോൾ ആരോഗ്യം മാത്രമുള്ള ഒരു സമൂഹം നിലവിൽ വന്നാൽ അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ വൈദ്യന് ആവശ്യമില്ല ഉണ്ടാവും, ഡോക്ടർ ആവശ്യമില്ല ഉണ്ടാവും. അതുപോലെ മുതലാളിത്തത്തിൻ്റെ രോഗാതുരതയ്ക്കുള്ള ചികിത്സയായിട്ടാണ് മാർക്സിസം നിലവിൽ വന്നത് എന്നുള്ളത് കൊണ്ട് മുതലാളിത്തത്തിൻ്റെ രോഗാതുരത അവസാനിക്കുകയും മനുഷ്യവംശം സ്വച്ഛന്തമായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരാൻ മറ്റാരേക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്നത് മാർക്സിസ്റ്റുകൾ തന്നെയാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട്, അപ്പം ഞങ്ങൾക്കും ഈ അവസാനമില്ലാത്ത കമ്മിറ്റികൾ നിർത്തിവെച്ച് കുഞ്ഞുങ്ങളോടൊപ്പം വൈകുന്നേരം പാട്ട് കേൾക്കാൻ പോവാം. അപ്പം ഞങ്ങൾക്കും ഈ ധർണകൾ അവസാനിപ്പിച്ച്, ഈ സായാഹ്ന സമരങ്ങൾ അവസാനിപ്പിച്ച് ഞങ്ങൾക്കും സിനിമാശാലകളിൽ സിനിമ കാണുകയും കുടുംബത്തോടൊപ്പം സന്തോഷകരമായി ജീവിക്കുകയും ചെയ്യാം. അതുകൊണ്ട് മാർക്സിസം മരിച്ചു പോകുന്നൊരു കാലത്തിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ മാർക്സിസ്റ്റുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ മുതലാളിത്തത്തിൻ്റെ രോഗാതുരത കൂടുകയല്ലാതെ മുതലാളിത്തത്തിൻ്റെ രോഗാതുരത കുറയുന്നില്ല. 20-ാം നൂറ്റാണ്ട് ആരംഭിക്കുമ്പോൾ ലോകത്തിലെ അതിസമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ 20 മടങ്ങിലധികമാണ് ഇന്ന് ലോകത്തെ അതിസമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസം. മുതലാളിത്തം വളരും തോറും
സമ്പത്തിൻ്റെ അതിഭീമമായ കേന്ദ്രീകരണം നടക്കുമെന്നും മഹാഭൂരിപക്ഷം മനുഷ്യരും അതിൽ നിന്ന് പുറത്താക്കപ്പെട്ടുകൊണ്ടിരിക്കുമെന്നും മാർക്സ് മൂലധനത്തിൽ പറയുന്നുണ്ട്. മൂലധനത്തിൽ മാർക്സ് എഴുതുന്ന സമയത്ത് മൂലധനം എന്ന് പറയുന്നത്, മുതലാളിത്തം എന്ന് പറയുന്നത് ലോകത്തെ 1/3 താഴെ രാജ്യങ്ങളിൽ പ്രാഥമിക ദശയിൽ മാത്രം എത്തിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ബ്രിട്ടനിൽ വ്യാവസായിക മുതലാളിത്തം അതിൻ്റെ ആദ്യ ചുവടുകൾ വെച്ച് വളരുന്നതേ ഉള്ളൂ. പക്ഷെ ആ ഘട്ടത്തിൽ മാർക്സ് പറഞ്ഞ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മൂലധനത്തിൽ നിരീക്ഷിച്ച 3 സുപ്രധാനമായ കാര്യങ്ങൾ. ഒന്ന്, ഈ മൂലധനത്തിൻ്റെ വളർച്ച ലോകത്തെ ഒരൊറ്റ വ്യവസ്ഥയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരികയും ലോകത്തിന്ന് നിലനിൽക്കുന്ന എല്ലാ അതിർവരമ്പുകളെയും അത് തച്ചുടയ്ക്കുകയും ചെയ്യും. മാർക്സിൻ്റെ അതിമനോഹരമായൊരു മെറ്റഫറുണ്ട് കേട്ടോ, സാഹിത്യമായതുകൊണ്ട് അങ്ങനെയും പറയാം. ഓൾ ദാറ്റ് ഈസ് സോളിഡ് മെൽറ്റ്സ് ഇൻ ടു എയർ. ഖരമായതൊക്കെ ആവിയായിത്തീരും. മാർഷൽ ബർമൻ അതിനെക്കുറിച്ച് പറഞ്ഞത് TS ലിറ്റ് എഴുതാനിരുന്ന കവിതയുടെ സമ്മറി ഇതിനകത്തുണ്ടെന്നാണ്. ഓൾ ദാറ്റ് ഈസ് സോളിഡ് മെൽറ്റ്സ് ഇൻ ടു എയർ. അതാണ് പിന്നെ വേസ്റ്റ് ലാൻഡ് ആയത്. ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിംഗ് ഡൗൺ, തിങ്സ് ഫാൾ അപ്പാർട്ട്, ദർ ഈസ് നത്തിങ് ടു ഹോൾഡ്. ഇതെല്ലാം എഴുതപ്പെടുന്നതിന് മുമ്പ് മാർക്സ് ഈ സമ്മറി, മാർക്സിൻ്റെ മനോഹരമായ പോയട്രി ഉള്ള ഒരാളാണ്. ഞാൻ ലിറ്ററേച്ചർ ആയതുകൊണ്ട് അതുകൂടി പറയാം. മാർക്സ് സാമ്പത്തിക ശാസ്ത്രം എഴുതിയില്ലെങ്കിൽ അതിമനോഹരമായ കവിത എഴുതിയാണ്. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ളിലുണ്ട് കേട്ടോ, മനോഹരമായ കവിതകളുണ്ട്. മുതലാളിത്തത്തെക്കുറിച്ച് എഴുതുമ്പോൾ മാർക്സ് എഴുതുന്ന ഒരു വാക്യം, ക്യാപിറ്റലിസം വിൽ കട്ട് ഡൗൺ ദ ട്രീ ഇഫ് ഇറ്റ് കാൺ സെൽ ദ ഷാഡോ. നിഴൽ വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ മരം വെട്ടി വിൽക്കും, നിഴൽ വിൽക്കാൻ പറ്റുകയാണെങ്കിൽ പരിസ്ഥിതി എന്ന് പറയും. അതുകൊണ്ട് ഏറ്റവും മനോഹരമായി എനിക്ക് തോന്നിയൊരു പ്രയോഗം കൂടി ഇവിടെ സാന്ദർഭികമായിട്ട് പറയാം. തിയറീസ് ഓഫ് സർപ്ലസ് വാല്യൂ എന്ന് പറഞ്ഞ് മൂലധനത്തിൻ്റെ തന്നെ 4ാം ഭാഗമായിട്ട് വരുന്നൊരു ഗ്രന്ഥമുണ്ട്. അതിൽ അദ്ദേഹം എഴുതുന്നൊരു വാക്യം, ഹാസ് ഇൻ ദ ട്രീ ഓഫ് നോളജ് ബീൻ അറ്റ് ദ സെയിം ടൈം ദ ട്രീ ഓഫ് സിൻ എവർ സിൻസ് ദ ടൈം ഓഫ് ആദം. ഹാസ് ഇൻ ദ ട്രീ ഓഫ് നോളജ് ബീൻ അറ്റ് ദ സെയിം ടൈം ട്രീ ഓഫ് സിൻ. ജ്ഞാനത്തിൻ്റെ വൃക്ഷം പാപത്തിൻ്റെ വൃക്ഷം കൂടിയായിട്ടല്ലാതെ ആദത്തിൻ്റെ കാലം മുതലേ നിലനിന്നിട്ടില്ലല്ലോ. ഇങ്ങനെ മാർക്സ് വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ മാർക്സിസം വായിച്ചിട്ട് മാർക്സ് വായിച്ചാൽ മനസ്സിലാവില്ല. കാരണം മാർക്സിസം ആയപ്പോഴേക്കും മാർക്സിൻ്റെ ഈ പോയട്രിയൊക്കെ പോയിട്ട് അതൊരു വളരെ വളരെ എന്താ പറയുക, ഫ്ലാറ്റായിട്ടുള്ള ഒരു ഭാഷയിലേക്ക് പോയി. മാർക്സിൻ്റെ അങ്ങനെയല്ല, പോയട്രിയുള്ള അതിമനോഹരമായിട്ടുള്ള പോയട്രിയുള്ള ഒന്നാണ്. പലപ്പോഴും അദ്ദേഹം ഇത്തരം ഫ്രേസസ് ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും. അതിനെക്കുറിച്ച് മനോഹരമായൊരു പുസ്തകമുണ്ട് കേട്ടോ, SS പ്രാവേർ എന്ന് പറഞ്ഞ ഒരാളുടെ മാർക്സ് ആൻഡ് ലിറ്ററേച്ചർ, മാർക്സ് ആൻഡ് വേൾഡ് ലിറ്ററേച്ചർ. മാർക്സ് ഉപയോഗിച്ചിട്ടുള്ള സാഹിതീയമായ സ്രോതസ്സുകളെ തേടിക്കണ്ടെത്തി ഏതൊക്കെ സ്രോതസ്സുകളെ മാർക്സ് ആശ്രയിച്ചു എന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നൊരു പുസ്തകമാണ്. 400 പേജുള്ള വിപുലമായൊരു ഗ്രന്ഥമാണ്. മാർക്സ് ഉടനീളം മൂലധനമൊക്കെ വായിച്ചു നോക്കിയാൽ അറിയാം. ഷേക്സ്പിയർ, ഡാൻറ്റെ, മിൽട്ടൺ, അങ്ങനെ പ്രാചീന ഗ്രീക്ക് കവികൾ, ചിന്തകന്മാർ, അവരിലേക്ക് മാർക്സ് നിരന്തരം മടങ്ങുമായിരുന്നു. അത് വേറൊരു കാഴ്ച കൂടി അതിനകത്തുണ്ട്. അതായത് ഈ സാമൂഹ്യശാസ്ത്രപരമായി അമൂർത്തമായി കണ്ടെടുക്കപ്പെടുന്ന ആശയങ്ങളെ അതിൻ്റെ മൂർത്ത സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കാൻ തനിക്ക് ഏറ്റവും ഉപയുക്തമാകുന്നത് ഒരുപക്ഷെ സാഹിത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരാളാണ് മാർക്സ്. കലയുടെ ഒരു വലിപ്പം അതാണ്. കല അമൂർത്തമായ ലോകങ്ങളിലല്ല, മറിച്ച് അനുഭവത്തിൻ്റെ അതിസൂക്ഷ്മമായ മൂർത്തതയിലാണ് കല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതറിഞ്ഞ ഒരാളായിരുന്നു മാർക്സ്. അതുകൊണ്ടാണ് മാർക്സ് പലപ്പോഴും ഈ കലയിലേക്കും സാഹിത്യത്തിലേക്കും ഒക്കെ മടങ്ങി വന്നിട്ടുള്ളത്. എന്തായാലും ഞാൻ പറഞ്ഞു വന്ന ആശയം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ തൻ്റെ ജീവിതകാലത്ത് മിക്കവാറും ഉപേക്ഷിക്കപ്പെടുകയും പക്ഷെ പിന്നീട് ചരിത്രത്തിൻ്റെ വലിയ വഴിത്തിരിവുകളിൽ ഒന്നിൻ്റെ കേന്ദ്രമായി മാറുകയും ചെയ്ത ഒരു ജീവിതമാണ് മാർക്സിൻ്റേത് എന്ന് പറയാം. ഈഗിൾട്ടൻ്റെ തന്നെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, മാർക്സിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ, ആധുനിക മനുഷ്യവംശത്തിൻ്റെ ചരിത്രം എടുത്താൽ മാർക്സിസം എൻഗേജ് ചെയ്തിട്ടില്ലാത്ത മണ്ഡലങ്ങൾ താരതമ്യേന വളരെ കുറവാണ്. അദ്ദേഹം രസമുള്ളൊരു നിരീക്ഷണം പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കാന്റിയൻ ഭരണകൂടത്തെക്കുറിച്ചോ ഹെഗേലിയൻ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ പരിസ്ഥിതി പ്രസ്ഥാനത്തെക്കുറിച്ചോ ആലോചിക്കാൻ പറ്റില്ല. പക്ഷെ മാർക്സിനെ മുൻനിർത്തി ഇതൊക്കെ ആലോചിക്കാം. മാർക്സ് ഭരണകൂടമായി,
മാർക്സ് പ്രസ്ഥാനങ്ങളായി, ട്രേഡ് യൂണിയനുകളായി, ഫെമിനിസ്റ്റ് മൂവ്മെൻ്റായി, എൻവയോൺമെൻ്റലിസ്റ്റായി, അതുമുതൽ ദൈവശാസ്ത്രം വരെയായി. മാർപ്പാപ്പ ഇപ്പോൾ പറയുന്നതിൽ ചിലതിലൊക്കെ മാർക്സിൻ്റെ മുഴക്കുണ്ടാവും കേട്ടോ, സൂക്ഷിച്ചു നോക്കിയാൽ. മാർപ്പാപ്പ സ്ഥാനമേറ്റെടുത്തതിന് ശേഷം നടത്തിയ ആദ്യത്തെ അപ്പോസ്തലിക ഉദ്ബോധനത്തിലൊരു വാക്യം ഉണ്ടായിരുന്നല്ലോ, കയറിക്കിടക്കാൻ വീടില്ലാത്തത് കൊണ്ട് തെരുവോരത്ത് കിടന്ന് ഒരാൾ മരിക്കുന്നത് വാർത്തയല്ലാതായി തീരുകയും ഓഹരി കമ്പോളത്തിൽ 10-20 പോയിന്റുകൾ കൂടുന്നത് വാർത്തയായി തീരുകയും ചെയ്യുന്നത് ഹിംസയാണ് എന്ന് പറയുന്നതിൽ ഈ പഴയ മുഴക്കമുണ്ട്. അങ്ങനെ നിങ്ങൾ കേട്ടാൽ ലിബറേഷൻ തിയോളജി എന്ന പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ മാർക്സ് തുടങ്ങി വെച്ച, മാർക്സിസം മാത്രമൊന്നുമല്ല അത്, പക്ഷേ മാർക്സ് തുടങ്ങി വെച്ച ചോദ്യങ്ങൾ അലയടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാർക്സ് എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയൊന്നുമല്ല. മാർക്സിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മാർക്സ് എന്ന വിപുല വ്യവഹാരത്തിൻ്റെ ഒരാവിഷ്കാരമാണ്, അത് പ്രധാനവുമാണ്. പക്ഷേ മാർക്സ് അവിടെ അവസാനിക്കുന്നൊന്നുമില്ല. മാർക്സ് എവിടെയൊക്കെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് നോക്കിയാൽ, നിങ്ങളിപ്പോൾ ജ്ഞാനശാഖാപരമായി നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ സയൻസിൻ്റെ ഏതെങ്കിലും ഒരു മേഖല മാർക്സിസത്താൽ സ്വാധീനിക്കപ്പെടാത്തതായിട്ടില്ല. അതിപ്പോൾ ആന്ത്രോപോളജി മുതൽ എക്കണോമിക്സോ പൊളിറ്റിക്കൽ സയൻസോ ഹിസ്റ്ററിയോ മുതൽ നിങ്ങൾ ലിംഗ്വിസ്റ്റിക്സ് വരെ എടുത്താൽ, ലിംഗ്വിസ്റ്റിക്സിൽ വരെ ഇപ്പം മാർക്സിന് എന്താണ് ലിംഗ്വിസ്റ്റിക്സിൽ പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ വലിയ പ്രയാസമാണ്. പക്ഷേ ഫിലോസഫി ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്ന മേഖലയിൽ ഉണ്ടായ ഏറ്റവും ഗഹനങ്ങളായ പഠനങ്ങളിൽ ചിലത് മാർക്സിസത്തിൽ നിന്ന് തുടങ്ങിയതാണ്. വി.എൻ. വോളോഷിനോവ് എന്നു പേരായ ഒരാൾ, ആ പേരിൽ എഴുതിയത് മിഖായൽ ബക്തിനാണ് എന്നും ചിലർ പറയുന്നുണ്ട്. ആരായാലും ആ പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഒരുപക്ഷെ ഭാഷ എന്ന് പറയുന്ന പ്രതിഭാസത്തെക്കുറിച്ച് ഉണ്ടായ ഏറ്റവും ഗഹനമായ ആലോചന സംശയരഹിതമായിട്ടും വോളോഷിനോവിൻ്റെ മാർക്സിസം ആൻഡ് ദ ഫിലോസഫി ഓഫ് ലാംഗ്വേജ് എന്നു പേരായ ഗ്രന്ഥത്തിൽ കാണാൻ പറ്റും. ഇങ്ങനെ അതാ ഞാൻ പറഞ്ഞത്, ജ്ഞാനശാഖകൾക്ക് കുറുകെ വിഷയാതിർത്തികളെ ഭേദിച്ചുകൊണ്ട്, പ്രസ്ഥാന രൂപങ്ങളെ ഭേദിച്ചുകൊണ്ട് വലിയ ഒരു സ്വാധീന ശക്തിയായി മാർക്സിൻ്റെ ആശയാവലികൾക്ക് കഴിഞ്ഞ 1.5 നൂറ്റാണ്ട് കാലം കൊണ്ട് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ വഴിമാറലിൻ്റെ ഭാഗമായി സാഹിത്യത്തെക്കുറിച്ചും സാഹിത്യ വിചിന്തനങ്ങളുടെ മേഖലയിലും മാർക്സിസം വളരെ കൂടുതൽ സ്വാധീനം ചെലുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം മാർക്സിസവും സാഹിത്യവും എന്ന ശീർഷകത്തെ മുൻനിർത്തി സംസാരിക്കുമ്പോൾ ഉള്ള ഇന്നുള്ളൊരു പ്രശ്നം, മാർക്സിസം എന്ന് നമുക്ക് ഇന്ന് ഏകവചനത്തിൽ പറയുന്നതിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. മാർക്സിസം എന്നത് ഒരൊറ്റ യൂണിറ്റായി അടിസ്ഥാന തലങ്ങളിൽ ഒരൊറ്റ പൊസിഷൻ ഉണ്ടെങ്കിലും വിശദാംശങ്ങളിൽ ധാരാളം ഭിന്നതകളുള്ള, പലപ്പോഴും തമ്മിൽ ഇടയുകയും തമ്മിൽ ഏറ്റുമുട്ടുകയും ഒക്കെ ചെയ്യുന്ന പ്രവണതകളുടെ ഒരാകത്തുകയായിട്ടാണ് മാർക്സിസം ഇന്ന് നിലനിൽക്കുന്നത്. മാർക്സിസത്തെ ഒരു വ്യവഹാരം എന്നല്ലാതെ ഒരു ഏകമുഖ സിദ്ധാന്തമായി കാണാൻ ഇപ്പോൾ പ്രയാസമാണ്. അതിപ്പോൾ സമീപകാലത്ത് അന്തരിച്ച മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരിൽ ഏറ്റവും പ്രധാനിയായ ഹോബ്സ്ബോം, അദ്ദേഹം മാർക്സിനെ കുറിച്ച് എഴുതിയ 2008 മറ്റോ എഴുതിയ ഒരു പ്രബന്ധത്തിൽ ഒരു കൗതുകമുള്ള വാക്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, മാർക്സിസം ഈസ് പ്ലൂരൽ ടുഡേ. എ സിംഗിൾ കറക്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി ഈസ് നോട്ട് ദ ലെഗസി ദാറ്റ് മാർക്സ് ലെഫ്റ്റ് ഫോർ അസ്. ഇറ്റ് ഈസ് ആൻ ഇന്നെസ്കേപ്പബിൾ ഫാക്ട് ആൻഡ് ദർ ഈസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്. മാർക്സിസം ഈസ് പ്ലൂരൽ ടുഡേ. അത് ബഹുസ്വരമായിരിക്കുന്നു, ബഹുവചന രൂപമായിരിക്കുന്നു. ചരിത്രത്തിൻ്റെ ഒരേയൊരു ശരിയായ വ്യാഖ്യാനം എന്നത് മാർക്സ് നമുക്കായി അവശേഷിപ്പിച്ച ഒരു പാരമ്പര്യമല്ല, അതിൽ തെറ്റൊന്നുമില്ല. അതുകൊണ്ട് മാർക്സിസം ഒരു വഴിക്കാണ് നീങ്ങുന്നതെന്ന് കരുതിക്കൂടെ. ഇപ്പോൾ വളരെ പ്രഖ്യാതമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, അൽത്തൂസർ എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ മാർക്സിസത്തെ വളരെ കൂടുതൽ സൈദ്ധാന്തികമായി വികസിപ്പിച്ച ഒരു ദാർശനികനാണ്, ഒരു തത്വചിന്തകനാണ്. അദ്ദേഹമാണ് ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് മുതലായ സങ്കല്പനങ്ങൾ വഴി സംസ്കാരത്തിൻ്റെ മേഖല എങ്ങനെ ഭരണകൂട പ്രയോഗമായി മാറുന്നു എന്ന് വിശദീകരിക്കുന്നതിൽ ഏറ്റവും വലിയ സംഭാവന നൽകിയ ഒരാൾ.
ഈ അൽത്യൂസറെ പക്ഷേ ഇന്ന് നാം വളരെ വ്യാപകമായി കേൾക്കുന്ന കീഴാള ചരിത്രം, സബാൾട്ടൻ ഹിസ്റ്ററി എന്ന പ്രവണതയ്ക്ക് ആദ്യമായി ഒരു മാതൃക രൂപപ്പെടുത്തിയ ഇ.പി. തോംസൺ. ഇ.പി. തോംസൻ്റെ 1950കളിൽ പുറത്തു വന്ന മേക്കിംഗ് ഓഫ് ഇംഗ്ലീഷ് വർക്കിംഗ് ക്ലാസ് എന്ന ഗ്രന്ഥത്തിലാണ് ഗ്രാംഷിയുടെ ഉപദർശനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ക്ലാസിക്കലായിട്ടുള്ള ഒരു മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫിയെ ബ്രേക്ക് ചെയ്ത് കീഴാളം എന്ന സബാൾട്ടൻ എന്ന ഗ്രാംഷിയുടെ സങ്കല്പനത്തെ ഒരു സവിശേഷമായ ചരിത്രാനുഭവത്തിൻ്റെ വിശദീകരണത്തിന് ആദ്യമായി ഫലപ്രദമായി ഉപയോഗിച്ചത് ഇ.പി. തോംസനാണ്. 1000ഓളം പേജുകളിൽ അദ്ദേഹം ബ്രിട്ടീഷ് വർക്കിംഗ് ക്ലാസിൻ്റെ ഫോർമേഷനകത്ത് ഈ ലുംബൻ എന്ന് വിളിക്കുന്ന എലമെൻ്റ്, ലുംബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറുക്കികൾ, പിച്ചക്കാർ, കള്ളന്മാർ, പോക്കറ്റടിക്കാർ, ഇവർക്കൊന്നും ചരിത്രത്തിൽ ഒരു റോളും ഇല്ലായിരുന്നു. ചരിത്രപ്രവാഹത്തിൽ ചവിട്ടി അരയ്ക്കപ്പെടാനുള്ള കീടജന്മങ്ങളായിട്ടാണ് പൊതുവെ ലുംബനെ കണ്ടിരുന്നത്. അങ്ങനെയല്ല അവരെന്ന് ആദ്യം മനസ്സിലാക്കിയ ഒരാൾ കേരളത്തിലുണ്ടായിരുന്നു കേട്ടോ, വൈക്കം മുഹമ്മദ് ബഷീറാണ്. അതാണ് ഈ ആനവാരി രാമൻ നായർ, പൊൻകുരിശ് തോമ, മണ്ടൻ മുസ്തഫ എന്നൊക്കെ പറയുന്നത് ഈ ലുംബനെ. ഈ ലുംബനെ കൊണ്ടാണ് ബഷീർ ഒരു സാഹിത്യലോകം സൃഷ്ടിച്ചത്. ബഷീറിൻ്റെ വിപ്ലവം അതാണ്. ഈ മനുഷ്യൻ ആരാണെന്നുള്ള ചോദ്യത്തിന് അതുവരെ ഉണ്ടായിരുന്ന ഉത്തരത്തേക്കാൾ എത്രയോ വലിയൊരു ഉത്തരം ബഷീർ ഇതുവഴി ഉണ്ടാക്കിയിരുന്നു. ഈ ലുംബൻ പ്രോലിറ്റേറിയറ്റ് എന്ന് വിളിക്കുന്ന ഈ പെറുക്കികൾ എങ്ങനെയാണ് ഒരു സവിശേഷമായ ഏജൻസി, നിർവാഹക ശേഷിയുള്ളവരായി മാറി വർഗസമൂഹ രൂപീകരണത്തിൽ ഇടപെടുന്നത് എന്ന് വിശദീകരിച്ച, അതുപോലെ ക്ലാസ് എക്സ്പീരിയൻസിനകത്ത് കൾച്ചർ എങ്ങനെയാണ് ഒരു കോൺസ്റ്റിറ്റ്യൂട്ടീവ് കമ്പോണൻ്റായി മാറുന്നത് എന്ന് വിശദീകരിച്ച വലിയ ചരിത്രകാരനാണ് ഇ.പി. തോംസൺ. ഈ ഇ.പി. തോംസണും അൽത്യൂസറും വലിയ പരസ്പര വിരുദ്ധമായ നിലപാടുകളാണ് എടുത്തുകൊണ്ടിരുന്നത്. അൽത്യൂസർക്കെതിരെ ഇ.പി. തോംസൺ ഒരു പുസ്തകം തന്നെ എഴുതി. അതിൻ്റെ പേര് പോവർട്ടി ഓഫ് തിയറി എന്നാണ്. സിദ്ധാന്തത്തിൻ്റെ ദാരിദ്ര്യം. മാർക്സിൻ്റെ പഴയ പുസ്തകത്തിൻ്റെ തലക്കെട്ടതിനകത്ത് കിടപ്പുണ്ട്, പോവർട്ടി ഓഫ് ഫിലോസഫി. അങ്ങനെ ഇ.പി. തോംസൺ മാർക്സിസം ഒന്നും മനസ്സിലായിട്ടില്ല എന്നാണ് അൽത്യൂസർ കരുതിയിരുന്നത്. അതിപ്പോൾ ഈ ചോംസ്കിയും ദെർദയും തമ്മിലുള്ള ബന്ധം പോലെയാണ്. ദെർദയ്ക്ക് ഭാഷാശാസ്ത്രം അറിഞ്ഞുവിടാമെന്നാണ് ചോംസ്കി കരുതുക, ചോംസ്കിക്ക് ഒന്നും തന്നെ അറിഞ്ഞുവിടാമെന്നാണ് ദെർദ കരുതിയിരുന്നത്. അങ്ങനെ പക്ഷെ ഇവർ രണ്ടുപേരും മാർക്സിസത്തിൻ്റെ ട്രഡീഷനിൽ വലിയ മനുഷ്യരാണ്. സബാൾട്ടേണിറ്റിയെക്കുറിച്ചുള്ള ഇന്ന് കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളുടെയും പ്രാരംഭസ്ഥാനം ഇ.പി. തോംസനാണ്. അല്ലെങ്കിൽ കൾച്ചറിനെ കുറിച്ചും ഐഡിയോളജിയെക്കുറിച്ചും നാം ഇന്ന് കേൾക്കുന്ന ചർച്ചകളുടെ കേന്ദ്രം അൽത്യൂസറാണ്. ഇവർ രണ്ടും മാർക്സിസ്റ്റ് ലെഗസി അവകാശപ്പെടുന്നവരാണ്, പക്ഷെ തമ്മിൽ ധാരാളം വൈരുദ്ധ്യങ്ങളുള്ളവരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏകാത്മകമായ യൂണിഫൈഡായ ഒരു പൊസിഷനിലല്ല മാർക്സിസം നിലനിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം പരസ്പര വൈരുദ്ധ്യങ്ങളുണ്ട് അല്ലെങ്കിൽ പരസ്പര ശത്രുതയുണ്ട് എന്ന നിലക്കല്ല, മറിച്ച് വ്യത്യസ്തങ്ങളായ ഊന്നലുകളോടെ പല വിധാനങ്ങളിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞ ഒരു വ്യവഹാരമായിട്ടാണ് മാർക്സിസം ഇന്ന് നിലനിൽക്കുന്നത്. അതല്ലാതെ അന്തിമമായൊരു പ്രമാണ പദവിയിൽ നമുക്ക് മാർക്സിസത്തെ പ്രതിഷ്ഠിക്കാൻ ഇന്ന് ധാരാളം പ്രയാസങ്ങളുണ്ട്. അതുകൂടിയാണ് ഹോബ്സ്ബോം പറഞ്ഞത്, മാർക്സിസം ഈസ് പ്ലൂരൽ ടുഡേ എന്നത്. അപ്പോൾ ഈ പ്ലൂരാലിറ്റിക്ക് അകത്തു നിന്നുകൊണ്ട് നമ്മുടെ പ്രമേയത്തിലേക്ക് നോക്കാനും ചില കാര്യങ്ങൾ പറയാനും മാത്രമാണ് ഞാൻ മുഖ്യമായിട്ട് ശ്രമിക്കുന്നത്. സാഹിത്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിനോട് മാർക്സിസം എൻഗേജ് ചെയ്യാൻ ശ്രമിച്ചത് എന്ന്. മാർക്സിസം ആൻഡ് ലിറ്ററേച്ചർ എന്നൊരു ശീർഷകം എടുക്കുമ്പോൾ ഒരു പ്രശ്നം, രണ്ടു തരത്തിൽ അതിനെ കാണാം. മാർക്സിസത്താൽ പ്രചോദിതമായ സാഹിത്യം എന്ന നിലയിൽ കണ്ടാൽ 20ാം നൂറ്റാണ്ടിൻ്റെ സാഹിത്യത്തിൽ ഒരു വലിയ പങ്ക് മാർക്സിസത്താൽ പല രൂപത്തിൽ പ്രചോദിതമായതാണ്. ഇപ്പം മലയാളത്തിലെടുത്താൽ നമ്മുടെ നവോത്ഥാന ഭാവനയുടെ ഘട്ടത്തിൽ ഒക്കെ ലോകമെമ്പാടും മാർക്സിസത്താൽ പ്രചോദിതമായ, വർഗസങ്കല്പത്താലും വർഗസമരങ്ങളാലും ഒക്കെ പ്രചോദിതമായ സാഹിത്യത്തിൻ്റെ ഒരു ബൃഹത് ശേഖരം ഒരുപക്ഷെ മാർക്സിസത്തിന് ഉണ്ട്. അത് വേറൊരു കാര്യമാണ്. ഞാൻ ആ വിഷയത്തെക്കുറിച്ചല്ല പറയാൻ ശ്രമിക്കുന്നത്. മറിച്ച് മാർക്സിസം എങ്ങനെയാണ് ഒരു സാഹിത്യ സമീക്ഷ വികസിപ്പിച്ചത്, അല്ലെങ്കിൽ മാർക്സിസത്തിൻ്റെ ഒരു ലിറ്റററി പെർസ്പെക്റ്റീവ് എന്താണ്, ലിറ്റററി ക്രിറ്റിസിസത്തെ മാർക്സ് കാണുന്നത് എങ്ങനെയാണ്, മാർക്സിസം കാണും എങ്ങനെയാണ്. ഇവിടെ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാർക്സിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസം എന്നോ മാർക്സിസം ആൻഡ് ലിറ്ററേച്ചർ എന്നോ ഒക്കെ നമ്മൾ പറയുമ്പോൾ അടിസ്ഥാനപരമായ ഒരു സാഹിത്യ സിദ്ധാന്തമായിട്ടോ അല്ല മാർക്സിസം നിലവിൽ വന്നിട്ടുള്ളത്.
അത് ആധുനികാനന്തര സിദ്ധാന്തങ്ങളെക്കുറിച്ച് പൊതുവെ പറയുന്നത് പോലെ നമുക്ക് മാർക്സിസത്തെക്കുറിച്ചും പറയാം. ഇപ്പോൾ ഫെമിനിസം ഒരു സാഹിത്യ സിദ്ധാന്തമല്ല. നമ്മളുടെ അക്കാദമിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ പൊളിറ്റിക്കൽ റിഗറിനെ ഇല്ലാതാക്കി സെമിനാർ പേപ്പറാക്കുന്നതിൽ വലിയ വിജയം നേടിയവരാണ് നമ്മൾ എന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ സെമിനാർ ഹാളിൽ വലിയ വിപ്ലവകാരിയായിരിക്കുകയും പുറത്ത് വളരെ സന്തോഷമായിട്ട് നമ്മുടെ പഴയ ജീവിതം ജീവിക്കുകയും ചെയ്യുന്നതിലൊരു വൈരുദ്ധ്യം ഇപ്പോൾ തോന്നാത്ത ഒരു സ്ഥിതിയുണ്ട്. അത് അക്കാഡമിക്സിന് തന്നെ വന്നു ചേർന്ന ഒരു പ്രതിസന്ധിയാണ് വാസ്തവത്തിൽ. അതായത് സ്റ്റൈലിസ്റ്റിക്സ് പഠിക്കുന്നത് പോലെ തന്നെയാണോ ഫെമിനിസം പഠിക്കേണ്ടത് എന്നതൊരു മർമ്മസ്പർശിയായ ചോദ്യമാണ്. സ്റ്റൈലിസ്റ്റിക്സ് പോലെ നിങ്ങൾ ഫെമിനിസം പഠിച്ചാൽ നിങ്ങളും പാഴായി ഫെമിനിസവും പാഴായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഞങ്ങൾ നാട്ടിൽ പറയുന്ന ഒരു ഫലിതം പഠിച്ച് വഷളായി എന്നാണ്. അതുപോലെയാണ്. ഞാൻ പണ്ട് പാരലൽ കോളേജിൽ പഠിപ്പിച്ചിരുന്നപ്പോൾ ഇന്നസെൻ്റ് ഒരിക്കൽ പ്രസംഗിക്കാൻ വന്നു. അപ്പോൾ ഇന്നസെൻ്റ് പറഞ്ഞു, ഞാൻ 8ാം ക്ലാസ്സായി ഇപ്പോൾ പഠിപ്പ് നിർത്തി. എന്താ കാരണം എന്ന് വെച്ചാൽ എനിക്ക് അപ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവാത്തവർ 9ാം ക്ലാസ് 10ാം ക്ലാസ് MA PhD ഒക്കെ പഠിക്കുന്നു. അതിന് ഞാനെന്താ വേണ്ടേ എന്ന് ചോദിക്കേണ്ട. ഏതാണ്ട് ആ നിലയിലേക്ക് നമ്മളുടെ വിദ്യാഭ്യാസം പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ സെൽഫ് റിഫ്ലെക്സീവായി ആലോചിക്കേണ്ടതാണ്. കാരണം ഒരു മോഡേണിറ്റിക്ക് ശേഷം വികസിച്ചു വന്ന ആശയാവലികൾ, ഒരു പോസ്റ്റ് സ്ട്രക്ചറൽ പൊസിഷൻ ആകട്ടെ, ഫെമിനിസ്റ്റ് തിയറികളാവട്ടെ, പോസ്റ്റ് കൊളോണിയൽ തിയറികളാവട്ടെ, ഇതൊന്നും കേവല ജ്ഞാനങ്ങളായി നിലനിൽക്കാൻ ഉദ്ദേശിക്കപ്പെട്ടവയല്ല. മറിച്ച് ക്രിട്ടിക്കൽ നോളജ് എന്ന നിലയ്ക്ക് സമൂഹത്തെ നോക്കിക്കാണാനും നിലനിൽക്കുന്ന ജ്ഞാനരൂപങ്ങളെ അസ്ഥിരപ്പെടുത്താനും പുതിയ ജ്ഞാനരൂപങ്ങൾക്ക് അടിത്തറയൊരുക്കാനും അതുവഴി സമൂഹത്തെ പുതുക്കിപ്പണിയാനും ലക്ഷ്യം വയ്ക്കുന്ന, കൃത്യമായി പറഞ്ഞാൽ രാഷ്ട്രീയമായൊരു പരിവർത്തന വ്യഗ്രതയുള്ള ജ്ഞാനശാഖകളാണ് ലളിതമായി പറഞ്ഞാൽ ഒരു പോസ്റ്റ് സ്ട്രക്ചറൽ എന്നൊക്കെ വിളിക്കാവുന്ന അറിവുകൾ, പോസ്റ്റ് മോഡേൺ എന്നൊക്കെ വിളിക്കാവുന്ന അറിവുകൾ. പക്ഷെ അവയെ ജഡപ്രായമാക്കി ഫ്രീസ് ചെയ്ത് ദുർബലമാക്കുന്നതിൽ താരതമ്യേന നമ്മുടെ അക്കാഡമിക്സ് വലിയ തോതിൽ വിജയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആയിത്തീരാൻ ഇടയുണ്ടെന്ന് മനസ്സിലാക്കിയ കേരളത്തിലെ ആദ്യത്തെ ആളുകളിൽ ഒരാളുടെ പേര് കേസരി ബാലകൃഷ്ണപിള്ളയാണ്. കേസരി ഒരിക്കൽ സർവകലാശാലകളെ കുറിച്ച് പറഞ്ഞൊരു അഭിപ്രായം, മൃതപ്രായങ്ങളായ ആശയങ്ങൾക്ക് കിടന്നു ചാകാനുള്ള ആശുപത്രികളാണ് സർവകലാശാലകൾ. അതിൽ കൂടുതൽ തന്നെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കായി എന്നുള്ളതിൻ്റെ അർത്ഥം വേറെ പ്രയോജനമൊന്നും ഇല്ലാണ്ടായി എന്നുകൂടിയാണ് എന്ന് കേസരി ഒരിക്കൽ പറയുന്നുണ്ട്. അത് കുറച്ച് കടന്ന പറച്ചിലാണെങ്കിലും ഈ ഒരു പ്രോബ്ലം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് മാർക്സിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്നത് സാഹിത്യ സിദ്ധാന്ത പഠനത്തിലെ ഒരു ശാഖയല്ല, ഒരു ശാഖ ആയിക്കൂടാ. നേരത്തെ ജോസി പറഞ്ഞ ഈഗിൾട്ടൻ്റെ ഗ്രന്ഥത്തിൽ ഈഗിൾട്ടൻ അത് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഈഗിൾട്ടൻ ഒരു സ്ഥലത്ത് പറയുന്നത്, മാർക്സിസ്റ്റ് ക്രിറ്റിസിസം ഈസ് നോട്ട് ജസ്റ്റ് ആൻ ഓൾട്ടർനേറ്റീവ് ടെക്നിക് ഫോർ ഇൻ്റർപ്രറ്റിംഗ് പാരഡൈസ് ലോസ്റ്റ് ഓർ മിഡിൽ മാർച്ച്. മിൽട്ടനെയോ ആരെങ്കിലും ഒരു എഴുത്തുകാരനെയോ പുതുതായി വ്യാഖ്യാനിക്കാനുള്ള ഒരു സൈദ്ധാന്തിക ശ്രമത്തിൻ്റെ പേരല്ല മാർക്സിസ്റ്റ് വിമർശനം. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് അവർ ലിബറേഷൻ ഫ്രം ഒപ്രഷൻ. മർദ്ദനത്തിൽ നിന്നുള്ള വിമോചനത്തിനായുള്ള നമ്മുടെ പരിശ്രമത്തിൻ്റെ ഭാഗമാണത്. ആൻഡ് ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് വർത്ത് ഡിസ്കസിങ്. അതുകൊണ്ട് മാത്രമാണ് അത് ചർച്ച ചെയ്യപ്പെടാൻ അർഹതയുള്ളതായിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് നിങ്ങൾ ന്യൂ ക്രിറ്റിസിസവും അല്ലെങ്കിൽ മാത്യു ആർണോൾഡും TS എലിയറ്റും ചർച്ച ചെയ്യുന്നത് പോലെ അതിൻ്റെ തുടർച്ചയിൽ ചർച്ച ചെയ്യാവുന്ന സാഹിത്യ സിദ്ധാന്ത പഠന പുസ്തകത്തിലെ ഒരധ്യായമായി മാർക്സിസത്തെ മാറ്റുമ്പോൾ വാസ്തവത്തിൽ മാർക്സിസത്തിനൊരു ആന്തരികമായ പരാജയം സംഭവിക്കുന്നുണ്ട് എന്ന കാര്യമൊക്കെയുണ്ട്. ഈ പരാജയം നന്നായി ചൂണ്ടിക്കാണിച്ചൊരു ചിന്തകൻ ഫിലോസഫി ഓഫ് മാർക്സ് എന്ന പേരിൽ 10-20 വർഷം മുമ്പ് എറ്റിനി ബാലിബർ എന്നു പേരായ അൽത്തൂസറോടൊപ്പം ഫോർ മാർക്സും റീഡിംഗ് ക്യാപിറ്റലും ഒക്കെ എഴുതുന്നതിൽ പങ്കുചേർന്ന ആളാണ്. അൽത്തൂസറുടെ വിദ്യാർത്ഥിയായിരുന്നു. പിന്നെ അവരൊരുമിച്ച് ഗ്രന്ഥങ്ങളൊക്കെ എഴുതി. അതിൽ ബാലിബർ പറയുന്ന ഒരാശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്സിസ്റ്റ് ഫിലോസഫി എന്ന് പറയാതെ ഫിലോസഫി ഓഫ് മാർക്സ് എന്ന് വേറിട്ട് പറയണം. എന്തുകൊണ്ട്?
അദ്ദേഹം പറയുന്നത് തത്വചിന്തയുടെ ചരിത്രത്തിലെ ഒരു അധ്യായത്തിൻ്റെ പേരല്ല മാർക്സ് എന്നത്, മറിച്ച് തത്വചിന്ത എന്ന ജ്ഞാനശാഖയെ അസ്ഥിരപ്പെടുത്തിയ ഒരാളാണ്. മാർക്സിന് ശേഷം തത്വചിന്തയ്ക്ക് പഴയതായി തുടരാൻ പറ്റില്ല, അഥവാ തുടരാൻ പറ്റില്ല എന്ന് മാർക്സെങ്കിലും പറഞ്ഞിട്ടുണ്ട്. പഴയതായിട്ട് തന്നെ തുടർന്നിട്ടുണ്ട് കേട്ടോ, അതിൽ വേറെ ഇതൊന്നുമില്ല. പക്ഷെ മാർക്സ് കരുതുന്നത് തത്വചിന്ത അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഫോയർബാക്ക് തീസിസിലെ വളരെ പ്രധാനപ്പെട്ട അവസാനത്തെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, വളരെ പ്രസിദ്ധമാണ്. ഫിലോസഫേഴ്സ് ഹാവ് ഓൺലി ഇൻ്റർപ്രറ്റഡ് ദ വേൾഡ് ബട്ട് ദ പ്രോബ്ലം ഈസ് ടു ചേഞ്ച് ഇറ്റ്. അതുകൊണ്ട് തത്വചിന്ത എന്ന് പറയുന്ന ധ്യാനാത്മകമായ ചിന്തയുടെ ലോകത്തെ എങ്ങനെയാണ് ഒരു ചരിത്ര ഭൗതിക പ്രയോഗമാക്കി മാറ്റുക എന്നിടത്താണ് മാർക്സ് തത്വചിന്തയിൽ ഇടപെട്ടത്. അങ്ങനെ തത്വചിന്തയ്ക്കകത്തുള്ളൊരു വിച്ഛേദസ്ഥാനത്തിൻ്റെ പേരാണ് മാർക്സ്. അത് തത്വചിന്തയുടെ ചരിത്രത്തിലെ ഒരു തുടർ അധ്യായമായി മാറിക്കൂടാ. ഇതാണ് ബാലിബർ പറയുന്നത്. ഏതാണ്ട് ഈ ആശയം തന്നെയാണ് ഈഗിൾട്ടൻ്റെ ഈ വാക്യത്തിലും വേറൊരു രൂപത്തിലുള്ളത്. അതായത് ഇക്കാലം വരെയുള്ള സാഹിത്യ വ്യാഖ്യാനങ്ങളുടെ പരമ്പരയിൽ പുതിയൊരു സിദ്ധാന്തമാകാനല്ല മാർക്സിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസം ശ്രമിക്കുന്നത്, മറിച്ച് മർദ്ദനത്തിൽ നിന്ന് മോചനം നേടാനുള്ള മനുഷ്യവംശത്തിൻ്റെ അവസാനമില്ലാത്ത പരിശ്രമങ്ങളുടെ ഭാഗമാകാനാണ് അത് ശ്രമിക്കുന്നത്. അങ്ങനെയാണത് ശ്രമിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് വാസ്തവത്തിൽ മാർക്സിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസം ഇപ്പോഴും സംഗതമായിരിക്കുന്നത് എന്നാണ് ഈ ഈഗിൾട്ടൺ സൂചിപ്പിക്കുന്ന ഒരാശയം. ഞാൻ പറയുന്നത് ഈ മാർക്സ് മുതലാളിത്തം ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായി കണ്ടത് എന്താണെന്ന് വെച്ചാൽ റൈഫിക്കേഷൻ എന്ന് പിന്നീട് ലൂക്കാച്ചിനെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞ വസ്തുവൽക്കരണമാണ്. അതായത് മാർക്സ് അതിനെ ഏലിയനേഷൻ എന്നാ പറഞ്ഞ അന്യവൽക്കരണം. അതായത് സഹജവും സ്വാഭാവികവുമായ ഭൗതിക ബന്ധങ്ങൾ, മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങളിലൂടെ നിലവിൽ വരുന്ന യാഥാർത്ഥ്യങ്ങൾ, തങ്ങൾ തമ്മിലുള്ള വിനിമയങ്ങളിലൂടെ രൂപപ്പെടുന്ന മൂല്യം, അത് തങ്ങൾക്ക് പുറത്തുള്ളൊരു ജഡവസ്തുവാണ് എന്ന് സ്വയം തിരിച്ചറിയേണ്ടി വരുന്നു. മനുഷ്യാധ്വാനമാണ് മൂല്യം ഉണ്ടാക്കുന്നത്. പക്ഷെ മനുഷ്യാധ്വാനം ഉണ്ടാക്കിയ മൂല്യം മാനുഷികമായ അധ്വാനത്തിൻ്റെ ഫലമാണെന്ന് ജൈവികമായി തിരിച്ചറിയാൻ പറ്റാതെ മാനുഷികമായ അധ്വാനത്തിന് പുറത്തു നിൽക്കുന്ന പണമെന്ന ജഡരൂപമാണ് എന്നിടത്തേക്ക് മൂലധന വളർച്ച മനുഷ്യനെ കൊണ്ട് എന്നെത്തിക്കുന്നു. അങ്ങനെ ഉപയോഗപ്രദമായ വസ്തുക്കൾ പെരുകി വരികയും അതിൽ ഏറ്റവും ഉപയോഗം കുറഞ്ഞൊരു വസ്തുവായിട്ട് മനുഷ്യൻ മാറിത്തീരുകയും ചെയ്യും എന്നതാണ് മൂലധന വളർച്ച ഉണ്ടാക്കുന്ന അടിസ്ഥാനപരമായ ഒരു മാറ്റം. ഇതിപ്പോൾ നമുക്ക് നോക്കിയറിയാം നമ്മൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ ആരാണെന്നുള്ളതിൻ്റെ ഉത്തരം നമ്മളുടെ കാറാണ്, നമ്മളുടെ കണ്ണടയാണ്, നമ്മളുടെ വാച്ചിൻ്റെ ബ്രാൻഡാണ്. ഇങ്ങനെ പലതരം സാധനങ്ങൾ ചുവന്ന് നടക്കുന്ന ഒരാളുടെ പേരാണ് ഈ ഞാൻ എന്നിടത്തേക്ക് മിക്കവാറും മനുഷ്യരെ എത്തിക്കുന്നതിൽ മൂലധനം വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മാർക്സ് നിരീക്ഷിക്കുന്നുണ്ട്. ഇതിനെയാണ് ഈ റൈഫിക്കേഷൻ എന്ന്, റൈഫൈഡ് വസ്തുവൽകൃതമായ ജഡീകൃതമായ അനുഭവ ലോകങ്ങൾ ഉണ്ടായി വരും. ഈ റൈഫൈഡ് നോളജ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇന്ന് വളരെ കൂടുതൽ വികസിക്കുന്നുണ്ട്. അനുഭവം, അറിവ് നമ്മെ സ്പർശിക്കാതിരിക്കുകയും അറിവ് അവബോധമാകാതിരിക്കുകയും അറിവ് ഒരു നിർമ്മാണ തന്ത്രമായി തീരുകയും അത് കഴിഞ്ഞാൽ അതിനുപയോഗമില്ല എന്ന ഒരു ഇൻസ്ട്രുമെൻ്റലായ വളരെ ഉപകരണപാതപരമായ ഒരു തലം അറിവിൻ്റെ മേഖലയെ വലിയ തോതിൽ കീഴടക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ വർഗീയതയുടെ ഏറ്റവും പിന്തുണക്കാർ സർവകലാശാലകളിൽ ആരാണ് എന്ന് ഇന്ത്യയിലെ കേന്ദ്ര സർവകലാശാലകളിലൊക്കെ പോയി തിരഞ്ഞാൽ കാണാൻ പറ്റുക ശാസ്ത്ര വിദ്യാർത്ഥികളാണ്. എന്തുകൊണ്ടാണ് ശാസ്ത്രം പഠിക്കുന്നവർക്ക് വർഗീയത പ്രിയപ്പെട്ടതായി തീരുന്നത്? ശാസ്ത്രം അവരെ തൊട്ടിട്ടില്ല എന്നുള്ളത്. ശാസ്ത്രം നിങ്ങളെ തൊട്ടാൽ മാത്രമാണ് നിങ്ങൾ മാറുള്ളൂ. പകരം ശാസ്ത്രം മാത്രമല്ല കേട്ടോ, ഏതറിവിനെയും ഇൻസ്ട്രുമെൻ്റലാക്കാൻ, ഉപകരണവാദപരമാക്കാൻ, അവബോധപരമായൊരു പരിവർത്തനമാകാതിരിക്കാൻ പറ്റുന്ന പര്യാപ്തമായൊരു സ്ഥിതിവിശേഷം വാസ്തവത്തിൽ ഇന്ന് ലോകത്ത് വിജ്ഞാന വ്യവസ്ഥയിലുണ്ട്. ഇത് ഇന്ന് ലോകം നേരിടുന്ന വലിയ ക്രൈസിസാണ്. അത് നമ്മുടെ വിമർശനജ്ഞാനത്തിലും വരാം എന്നാണ് ഈഗിൾട്ടൺ പറഞ്ഞത്. എന്തായാലും ആ ഒരു നിരീക്ഷണത്തിൽ നിന്ന് ഞാൻ മാർക്സിസത്തിൻ്റെ സാഹിത്യ സമീക്ഷകളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. ഇപ്പോൾ മാർക്സിസ്റ്റ് സാഹിത്യ സിദ്ധാന്തം, മാർക്സിസവും സാഹിത്യവും തമ്മിലുള്ള
ആശയാവലികൾ, വിനിമയങ്ങളെക്കുറിച്ചുള്ള ആശയാവലികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 6-7 തരത്തിലുള്ള പ്രവണതകൾ ഇപ്പോൾ ഉണ്ട് എന്ന് പറയണം. ഒന്നിപ്പോൾ മാർക്സോ എംഗൽസോ നേരിട്ട് കലാസംബന്ധിയായ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടില്ല എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അവർ ചരിത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചോ സാമൂഹ്യ പ്രതിഭാസങ്ങളെക്കുറിച്ചോ എഴുതിയതുപോലെ കലയെയോ സാഹിത്യത്തെയോ കുറിച്ച് നേരിട്ട് എഴുതിയിട്ടില്ല. എങ്കിലും അവരുടെ കൃതികളിൽ പലയിടങ്ങളിലായി സാഹിത്യ സംബന്ധിയായ സൂചനകൾ ഉണ്ട്, പ്രത്യക്ഷമായ സാഹിത്യ വിമർശനങ്ങളുണ്ട്, സാഹിത്യ കലാ തത്വങ്ങളെക്കുറിച്ചുള്ള തത്വശാസ്ത്രപരമായ ആലോചനകളുണ്ട്. ഇത് രണ്ട് കാര്യങ്ങളാണ്. ഈ രണ്ടു വഴിക്കും മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും ആലോചനകൾ വികസിച്ചിട്ടുണ്ട്. അതിനെ മുൻനിർത്തി മാർക്സിസ്റ്റ് കലാദർശനം അല്ലെങ്കിൽ സാഹിത്യ സമീക്ഷ എന്ന ഒന്ന് വികസിപ്പിക്കാൻ കഴിയും. മറ്റൊന്ന് മുഖ്യധാര മാർക്സിസം എന്ന് വിളിക്കാവുന്ന സോവിയറ്റ് യൂണിയനും സോവിയറ്റ് യൂണിയൻ്റെ പാരമ്പര്യത്തെ പിൻപറ്റിയ പാർട്ടികളുമൊക്കെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ 7-8 പതിറ്റാണ്ട് കാലം സോവിയറ്റ് മാർക്സിസത്തിൻ്റെ ഔദ്യോഗികമായ വീക്ഷണഗതിയായി വികസിച്ചു വന്ന സാഹിത്യ കലാസങ്കല്പമുണ്ട്. ലളിതമായി പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് റിയലിസം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു സാഹിത്യ സിദ്ധാന്തം ഔദ്യോഗികമായി മാർക്സിസത്തിൻ്റെ സാഹിത്യ സിദ്ധാന്തമായിട്ടോ കലാദർശനമായിട്ടോ വരുന്നുണ്ട്. അത് മറ്റൊരു ധാരയാണ്. സോവിയറ്റ് മാർക്സിസത്തോടെ ഏറ്റുമുട്ടിക്കൊണ്ട് 1930-കൾ മുതൽ വികസിക്കുകയും പല വഴികളിലൂടെ സഞ്ചരിക്കുകയും ചെയ്ത പ്രവണതയാണ് നവമാർക്സിസം. നവമാർക്സിസം എന്നുള്ളത് സിംഗുലറായ ഒരു പ്രവണതയല്ല. അതിനുള്ളിൽ തന്നെ ധാരാളം വൈവിധ്യങ്ങളുണ്ട്, ചിലപ്പോൾ ഒക്കെ വൈരുദ്ധ്യങ്ങളുണ്ട്. ആ നവമാർക്സിസ്റ്റുകൾ പലരും അഡോണോയെ പോലെ, വാൾട്ടർ ബെഞ്ചമിനെ പോലെ, ബ്രെറ്റിനെ പോലെ ഒക്കെയുള്ള പലരും പല രൂപത്തിൽ സാഹിത്യത്തിൻ്റെ മൗലികതയെ സംബന്ധിച്ച ആലോചനകൾ നടത്തിയിട്ടുണ്ട്. അത് മൂന്നാമതൊരു വഴിയാണ്. നാലാമത്തേത് പ്രത്യയശാസ്ത്രവും സാഹിത്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പ്രത്യയശാസ്ത്രപരമായിരിക്കുന്ന നമ്മുടെ അവബോധത്തിൽ നിന്ന് കൂടുതൽ പ്രത്യയശാസ്ത്രമുക്തമെന്ന് വിളിക്കാവുന്ന ശാസ്ത്രീയമായ ബോധ്യത്തിലേക്ക് മനുഷ്യരെ എത്തിക്കുന്നതിൽ സാഹിത്യത്തിനുള്ള പങ്കിനെക്കുറിച്ചും അൾത്യൂസർ അവതരിപ്പിച്ച വീക്ഷണഗതികൾ മാർക്സിസ്റ്റ് സാഹിത്യ സിദ്ധാന്തത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അത് നാലാമതൊരു ശാഖയാണ്. പിന്നീട് നേരത്തെ ജോസിയുടെ സൂചിപ്പിച്ച റൈമണ്ട് വില്യംസിനെ പോലെ ഉള്ള പണ്ഡിതന്മാർ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പതിറ്റാണ്ടുകളിൽ വികസിപ്പിച്ചെടുത്ത സാംസ്കാരിക ഭൗതികവാദം, കൾച്ചറൽ മെറ്റീരിയലിസം എന്ന സിദ്ധാന്തവും ആ സിദ്ധാന്തത്തെ മുൻനിർത്തിക്കൊണ്ട് ഷേക്സ്പിയറെയും മിൽട്ടനെയും എലിസബത്തൻ നാടകവേദിയെയും ഒക്കെ പഠിക്കാനുള്ള ധാരാളം ശ്രമങ്ങളും നടക്കുകയുണ്ടായി. അത് മാർക്സിസത്തിൻ്റെ സാഹിത്യ സമീക്ഷയുടെ ഏറ്റവും അവസാന കാലത്തെ ധാരകളിലൊന്നാണ്. ഇതുകൂടാതെ വേണമെങ്കിൽ 1930-കളിൽ തുടങ്ങുകയും 1970-80-കളിൽ വളരെ ശക്തമായിട്ട് പുതിയ രൂപത്തിൽ വികസിച്ചു വരികയും ചെയ്ത ഒരു സമീപനം സാഹിത്യത്തെ ഒരു ഉൽപാദന വ്യവസ്ഥയായി കാണുക, ലിറ്റററി പ്രൊഡക്ഷൻ എന്ന അതിന് തുടക്കം കുറിച്ചൊരു പ്രബന്ധം 1934-ലോ 35-ലോ മറ്റോ വാൾട്ടർ ബെഞ്ചമിൻ എഴുതിയതാണ് ഓതർ ആസ് ദ പ്രൊഡ്യൂസർ. ഓതർ ആസ് ദ ക്രിയേറ്റർ അല്ല, ഓതർ ആസ് ദ പ്രൊഡ്യൂസർ. സാഹിത്യോൽപാദനം. നമ്മൾ പൊതുവെ സാഹിത്യത്തെ സങ്കല്പിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപാദന ബന്ധങ്ങൾ, ഉൽപാദന ഉപാധികൾ, ഉൽപാദനത്തിനായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ, ഉൽപാദന പ്രക്രിയ, ഇതൊക്കെ വളരെ ഭൗതികമായി നടക്കുന്ന കാര്യവും ആ ഭൗതിക അനുഭവത്തിന് മുകളിൽ മനുഷ്യരുണ്ടാക്കുന്ന ആശയാവലികളുടെയും അനുഭവത്തിൻ്റെയും അനുഭൂതിയുടെയും ലോകമാണ് കലയുടെയും സാഹിത്യത്തിൻ്റെയും എന്നാണ്. ഇങ്ങനൊരു വിഭജനം പരമ്പരാഗതമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ലളിതമായി പറഞ്ഞാൽ സൊസൈറ്റി ആൻഡ് ലിറ്ററേച്ചർ എന്നോ അല്ലെങ്കിൽ ആർട്ട് ആൻഡ് സൊസൈറ്റി എന്നോ ഒക്കെയുള്ള വിച്ഛേദത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്. സൊസൈറ്റി എന്ന് പറയുന്നത് അപ്പുറത്താണ്, അത് ഭൗതികമാണ്. കലയുടെ ലോകം, സാഹിത്യത്തിൻ്റെ ലോകം, അനുഭൂതിയുടെ ലോകം ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന മറ്റൊരു ലോകമാണ്. അതിൻ്റെ റിഫ്ലക്ഷനോ അതിൻ്റെ റെപ്രസെൻറ്റേഷനോ അല്ലെങ്കിൽ അതുമായി ബന്ധമൊന്നും ഇല്ലാത്തതോ ഒക്കെ ആയിട്ടുള്ള. ബന്ധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് നിങ്ങൾ കേവല സൗന്ദര്യവാദത്തിലെത്തി. ബന്ധമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്ലക്റ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് സോഷ്യോളജിക്കൽ ക്രിറ്റിസിസത്തിലെത്തി. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. രണ്ടും അടിസ്ഥാനപരമായി മെറ്റഫിസിക്കലാണ്.
ഈ മെറ്റഫിസിക്കലായ പൊസിഷൻസ് വെച്ചിട്ട് സൊസൈറ്റി ആൻഡ് ലിറ്ററേച്ചർ എന്ന് കാണുക, അല്ലെങ്കിൽ സൊസൈറ്റി ആർട്ട് ആൻഡ് സൊസൈറ്റി എന്ന് കാണുക. ഈ ആൻഡ് എന്നതുകൊണ്ട് കൂട്ടിച്ചേർക്കുന്നതിന് പകരം വാസ്തവത്തിൽ ഇപ്പോൾ ന്യൂ ഹിസ്റ്റോറിസിസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, സൊസൈറ്റി ലിറ്ററേച്ചർ ആൻഡ് സൊസൈറ്റി അല്ല, ലിറ്ററേച്ചർ ഇൻ സൊസൈറ്റി എന്ന് കാണുക. ലിറ്ററേച്ചർ ഇൻ സൊസൈറ്റി, ആർട്ട് ആൻഡ് സൊസൈറ്റി അല്ല, ആർട്ട് ഇൻ സൊസൈറ്റി. ഇൻ ആകുന്നതോടെ ആർട്ട് ഇൻ ഹിസ്റ്ററിയാണ്. ഇൻ ആകുന്നതോടെ ഇതിൻ്റെ പ്രവർത്തന രീതി വളരെ വ്യത്യസ്തമാണ്. നമ്മളിപ്പോൾ ഇത് നവചരിത്രവാദത്തിൻ്റെ അക്കൗണ്ടിലാണ് പഠിക്കുന്നത്. ഇത് ആദ്യം എഴുതിയാളുടെ പേരാണ് ഞാനീ പറഞ്ഞത്. 1935 വാൾട്ടർ ബെഞ്ചമിൻ, ഓതർ ആസ് ദ പ്രൊഡ്യൂസർ എന്ന് തുടങ്ങുകയും പിന്നെ പിയറി മാഷറിയെ പോലുള്ളവർ പല രൂപത്തിൽ വികസിപ്പിക്കാൻ ശ്രമിക്കുകയും നമ്മുടെ നവചരിത്രവാദത്തിലൊക്കെ പല രൂപത്തിൽ തുടരുകയും ചെയ്യുന്നതും മാർക്സിസത്തിൻ്റെ സാഹിത്യ സമീക്ഷയാണെന്ന് പറയാം. അങ്ങനെ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ തന്നെ കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ 6-7 പ്രവണതകളെ നമുക്ക് മാർക്സിസത്തിൻ്റെ പാരമ്പര്യത്തിനുള്ളിൽ വച്ച് മനസ്സിലാക്കാൻ പറ്റും. ഈ പ്രവണതകളൊക്കെ മാർക്സിസ്റ്റ് കലാസമീപനത്തോട് സാഹിത്യ ദർശനത്തോട് കൂടിക്കലർന്ന് കിടക്കുന്നു. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് മാർക്സും എംഗൽസും കലയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും നടത്തിയ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യം പ്രാഥമികമായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വാസ്തവത്തിൽ ആ പ്രാഥമിക അടിസ്ഥാനങ്ങൾ തന്നെയാണ് പല രൂപത്തിൽ പിന്നീട് വികസിപ്പിക്കപ്പെട്ടത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ അധികം പറയാതെ സൂചനാരൂപത്തിലൊന്ന് പറഞ്ഞു പോകാം. ഇപ്പോൾ കലാസാഹിത്യ സംബന്ധിയായി നോക്കിയാൽ, ഇപ്പോൾ മാർക്സ് കവിതകൾ എഴുതിയിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹം ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ യൗവനകാലത്ത് തന്നെ, കൗമാരകാലത്ത് തന്നെ ജന്യ അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതിയ വളരെ കാൽപ്പനികമായ ഭാവഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ രചനയിലുണ്ട്. ഒരു നോവൽ എഴുതിയിട്ടുണ്ട് മാർക്സ്. ലോറൻസ് സ്റ്റോണിനെ അനുകരിച്ച് എഴുതിയതാണെന്നാണ് ഈഗിൾട്ടൺ എഴുതിയിട്ടുള്ളത്. ഞാൻ കണ്ടിട്ടില്ല. ലോറൻസ് സ്റ്റോണിൻ്റെ പ്രേരണയാൽ എഴുതിയതാണെന്നാണ്. അതുപോലെ ഒരു ഗദ്യനാടകം ഭാഗികമായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ സ്വന്തമായി സാഹിത്യരചനയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പിന്നെ ബെൽസാക്കിനെ കുറിച്ചൊരു വിപുലമായ പഠനം മാർക്സിൻ്റെ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. അത് എഴുതണ്ടായില്ല. മാർക്സിൻ്റെ പ്രൊജക്റ്റിൽ വാസ്തവത്തിൽ 10-1 പോലും മൂപ്പർ എഴുതിയിട്ടില്ല. ഇപ്പോൾ ഈ മൂലധനം 4 വോള്യം ഉണ്ടല്ലോ, ഈ 4 വോള്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഏതാണ്ടൊരു 3000 പേജിനടുത്ത് വരും. അത് മാർക്സ് എഴുതാൻ ഉദ്ദേശിച്ച മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് 6 ഭാഗങ്ങളായി എഴുതാൻ ഉദ്ദേശിച്ച ഒരു വിപുലമായ ഗ്രന്ഥപരമ്പരയുടെ 1-ാം ഭാഗമാണ് മൂലധനം 4 വോള്യങ്ങൾ. ഗ്രൂൻഡ്രിസയിൽ മൂപ്പർ അതിൻ്റെ എന്താ പറയുക ഔട്ട്ലൈൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഗ്രൂൻഡ്രിസ് എന്ന് പറയുന്നത് 1857-59 കാലത്ത് മാർക്സ് നടത്തിയ പഠനക്കുറിപ്പുകൾ പിന്നീട് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് എഡിറ്റർമാർ കൊടുത്ത പേരാണ് ഗ്രൂൻഡ്രിസ്. ഗ്രൂൻഡ്രിസ് ജർമ്മൻ വാക്കാണ്. ഫൗണ്ടേഷൻസ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം. അതിൽ മാർക്സ് കൊടുക്കുന്നത് 6 ഭാഗങ്ങളാണ്. ക്യാപിറ്റല്, വേജ്, ലേബർ, ഇൻ്റർനാഷണൽ മാർക്കറ്റ്, കൊമേഴ്സ്, സ്റ്റേറ്റ്. ഇങ്ങനെ 6 ഭാഗങ്ങൾ ചർച്ച ചെയ്താലാണ് മുതലാളിത്തത്തെക്കുറിച്ചുള്ള പഠനം പൂർത്തിയാക്കാൻ പറ്റൂ എന്ന് തീരുമാനിക്കുകയും 1-ാം ഭാഗത്തെക്കുറിച്ചുള്ള ആലോചനകൾ അതുവരെ തയ്യാറാക്കിയത് 1859 കോൺട്രിബ്യൂഷൻ ടു ദ ക്രിട്ടിക് ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി എന്ന ഒരു ഗ്രന്ഥമായിട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് മാർക്സ് ഈ പ്രൊജക്റ്റ് അവസാനിപ്പിക്കുകയും ക്യാപിറ്റലിനെ കുറിച്ച് വേറെ എഴുതാൻ തീരുമാനിക്കുകയും അങ്ങനെ എഴുതാൻ തുടങ്ങിയ കൃതിയാണ് ഈ 4 വോള്യങ്ങളായിട്ട് 4000-ഓളം 3000-ലധികം പേജായിട്ട് തീർന്നത്. ബാക്കി 5 ഭാഗം എഴുതിയിട്ടില്ല. ഇപ്പോൾ മാർക്സിനോട് ജീവിതാവസാന കാലത്ത് ഒരു പബ്ലിഷർ ചോദിച്ചു, താങ്കളുടെ സമ്പൂർണ്ണ കൃതികൾ പ്രസിദ്ധീകരിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ മാർക്സ് ചോദിച്ചു, അതിനത് എഴുതണ്ടേ എന്ന് ചോദിച്ചു. ഇങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. ഒരു പ്രൊജക്റ്റും പൂർത്തിയാക്കിയിട്ടില്ല. മാർക്സ് നിരന്തരം തിരുത്തിക്കൊണ്ടിരുന്ന ആളാണ് കേട്ടോ, നിരന്തരം. ഇപ്പോൾ തൻ്റെ തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മൂലധനം 1-ാം വോള്യം ജർമ്മൻ പതിപ്പ് ഇറങ്ങിയിട്ട് അതിൻ്റെ ഫ്രഞ്ച് പതിപ്പ് 1872-75 ഇടയിൽ വരുന്നുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്ത് ഖണ്ഡശയായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. ഓരോ മാസവും ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. ആ ട്രാൻസ്ലേഷനിൽ മാർക്സ് ഒരുപാട് മാറ്റം വരുത്തി. ജർമ്മൻ പതിപ്പിൽ നിന്ന് ധാരാളം മാറ്റം വരുത്തി. പൊളിറ്റിക്കലി വളരെ പ്രാധാന്യമുള്ള മാറ്റങ്ങൾ തന്നെ മാർക്സ് വരുത്തുകയും ഇനി അങ്ങോട്ടുള്ള എല്ലാ പതിപ്പുകൾക്കും ആധാരമാകേണ്ടത് ഈ ജർമ്മൻ പതിപ്പാണ്, സയൻറ്റിഫിക്കലി ഇറ്റ് ഈസ് മച്ച് മോർ ബെറ്റർ എന്ന് അദ്ദേഹം കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ 1890 മൂലധനത്തിൻ്റെ 1-ാം വാള്യത്തിൻ്റെ ഡെഫിനിറ്റ് എഡീഷൻ എംഗൽസ് തയ്യാറാക്കിയപ്പോൾ എംഗൽസ് ഫ്രഞ്ച് പതിപ്പ് മൈൻഡ് ചെയ്തില്ല. എംഗൽസ് ജർമ്മൻ പതിപ്പ് തന്നെയാണ് അതിനെ ആശ്രയിച്ചത്. അതിന് എംഗൽസിനൊരു കാരണം ഉണ്ടായിരുന്നു. എംഗൽസ് പറഞ്ഞ കൗതുകം എന്നുള്ള വാക്യം എന്താണെന്ന് വെച്ചാൽ, ഈ മാർക്സിൻ്റെ ചിന്തയെ ഉൾക്കൊള്ളാനുള്ള ശേഷിയൊന്നും ഫ്രഞ്ച് ഭാഷയ്ക്ക് ഇല്ല എന്നാണ്.
എംഗൽസിന്റെ വാക്യം കേട്ട് കഴിഞ്ഞാൽ ഫ്രാൻസുകാരും എംഗൽസിനെ ബാക്കി വെച്ചേക്കില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു തിങ്ക് ഒറിജിനലി ഇൻ ദ സ്ട്രേറ്റ് ജാക്കറ്റ് ഓഫ് മോഡേൺ ഫ്രഞ്ച് എന്നാണ്. ആധുനിക ഫ്രഞ്ച് ഭാഷയിൽ മൗലികമായി ചിന്തിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് മാർക്സ് എഴുതിയതാണെങ്കിൽ പോലും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് മാറ്റിവെക്കുകയാണ് ചെയ്തത്. ഇപ്പം നമ്മളുടെ കയ്യിലുള്ള മൂലധനം വാസ്തവത്തിൽ മാർക്സ് തിരുത്തിയ മൂലധനമല്ല, തിരുത്തണയ്ക്ക് മുമ്പുള്ള ജർമ്മൻ പതിപ്പുകളാണ് ഇപ്പം നാം മൂലധനമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, മാർക്സിനെ കുറിച്ച് ഈ ഫ്രാൻസിസ് വീൻ എന്ന് പറയുന്ന ആള് മനോഹരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. ബയോഗ്രഫി ഓഫ് ക്യാപിറ്റൽ എന്ന ഒരു പുസ്തകത്തെ എഴുതിയിട്ടുണ്ട്, മൂലധനത്തിൻ്റെ ഒരു ചരിത്രം. അതിൽ അദ്ദേഹം മാർക്സിനെ വിശേഷിപ്പിക്കുന്നത്, ഈ മൂലധനത്തെ വിശേഷിപ്പിക്കുന്നത് എ ടെക്സ്റ്റ് ഇൻ പ്രോഗ്രസ് എന്നാണ്. ഫിനിഷ്ഡ് ടെക്സ്റ്റ് അല്ല, എ ടെക്സ്റ്റ് ഇൻ പ്രോഗ്രസ്. കാരണം മാർക്സ് ഈ ടെക്സ്റ്റിനെ തന്നെ എത്രയോ രൂപത്തിൽ തിരുത്തിക്കൊണ്ടിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് മാർക്സിൻ്റെ എഴുത്തിൽ ഉടനീളം ഈ സാഹിത്യ കലാസംബന്ധിയായ ധാരാളം സൂചനകൾ വരുന്നുണ്ട്. അതിൽ ചില സൂചനകൾ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ മാർക്സും എംഗൽസും തമ്മിൽ കാണുന്നതിന് മുമ്പ് തന്നെ സാഹിത്യ പഠനങ്ങളിൽ ചിലപ്പോഴൊക്കെ ഏർപ്പെടുകയും തമ്മിൽ അറിയുന്നതിന് മുമ്പ് അവരൊരുപോലെ വിമർശിച്ച ഒരു കൃതിയുണ്ട്, ഒരേ പൊസിഷനിൽ എത്തിച്ചേർന്നത്. അത് ജർമ്മൻ സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന മാർക്സിൻ്റെ അനുയായിയൊക്കെ ആയിരുന്ന ഫെർഡിനാൻഡ് ലസാൽ എന്നു പേരായിട്ടുള്ള ഒരു സോഷ്യലിസ്റ്റ് ലീഡറുണ്ട്. ജർമ്മൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവൊക്കെ ആയിട്ട് മാറി. അയാളൊരു നാടകം എഴുതി. ആ നാടകത്തെ മാർക്സും വിമർശിക്കുന്നുണ്ട്, എംഗൽസും വിമർശിക്കുന്നുണ്ട്. ആ സമയത്ത് ഇവർ തമ്മിൽ കണ്ടിട്ടില്ല. 1844 മുമ്പാണ്. രണ്ടുപേരുടെയും വിമർശനത്തിൻ്റെ കേന്ദ്രം എന്താണെന്ന് വെച്ചാൽ, ലസാലിൻ്റെ നാടകങ്ങളിൽ ഷേക്സ്പീരിയൻ റിയലിസം ഇല്ല എന്നതാണ്. മാർക്സ് ഉപയോഗിക്കുന്ന വാക്കതാണ്, ഷേക്സ്പീരിയൻ റിയലിസം. എന്താണ് ഈ ഷേക്സ്പീരിയൻ റിയലിസം? അതിൻ്റെ അഭാവമായിട്ട് അദ്ദേഹം പറയുന്നത്, ചരിത്ര പ്രക്രിയകളുടെ കേവലമായ പ്രതിഫലനമായി വ്യക്തികളെ പ്രതിഷ്ഠിക്കുകയും ചരിത്രത്തിൻ്റെ പ്രഭാവം പ്രവർത്തിച്ച് വ്യക്തികൾ പരിണമിക്കുന്നത് കാണിക്കാതിരിക്കുകയും ചെയ്യാം. ചരിത്ര പ്രക്രിയകളുടെ ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമായിട്ട് വ്യക്തികൾ മാറുക. മറിച്ച് ചരിത്രം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അനുഭവമണ്ഡലമായി കാണിക്കാതിരിക്കുക. ഇത് രണ്ട് കാര്യമാണ്. നിങ്ങൾ അനുഭവിക്കുന്നതിൽ ചരിത്രമുണ്ട്, അതല്ലാതെ ചരിത്രമാണെന്ന് പറഞ്ഞ് നിങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യത്തിൽ മാത്രമല്ല ചരിത്രമുള്ളത്. നമ്മുടെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അനുഭവങ്ങൾ എന്ന് പറയുന്നതിലൊന്നും ചരിത്രമില്ല, മറിച്ച് ഈ വിളിച്ച മുദ്രാവാക്യത്തിലോ പറഞ്ഞ ആശയത്തിലോ ആണ് ചരിത്രമുള്ളതെന്നാണ്. ഒട്ടുമല്ല കേട്ടോ. ഇപ്പോൾ ഋഗ്വേദത്തിൽ നോക്കിയാൽ, ഋഗ്വേദത്തിൽ ദൈവത്തെ വിശേഷിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു കൽപ്പന സഹസ്രശീർഷ സഹസ്രാക്ഷ എന്നാണ്. വിരാട് പുരുഷനെ 1000 ശിരസ് 1000 കണ്ണുകൾ. അപ്പം ന്യായമായിട്ട് നമുക്കൊരു തർക്കം പറയാമല്ലോ, 1000 ശിരസ്സുണ്ടെങ്കിൽ 2000 കണ്ണ് വേണ്ടേ? ദൈവത്തിനായാലും കണ്ണ് 2 വേണ്ടേ? എന്തുകൊണ്ട് 1000 ആയിത്തീരുന്നു? 1000 ലളിതമായി പറഞ്ഞാൽ, ഋഗ്വേദത്തിൻ്റെ കൽപ്പനകളൊക്കെ രൂപപ്പെടുന്ന കാലത്ത് 1000 എന്ന് പറയുന്നത് പരമാവധിയുടെ സംഖ്യകളിലൊന്നാണ്. അത്രേ ഉള്ളൂ. അതുകൊണ്ട് സഹസ്രശീർഷന് സഹസ്രാക്ഷം മതി. നമ്മൾ കോടാനുകോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കണക്കല്ലല്ലോ, അതൊരു അനന്തസംഖ്യാബോധ. അനന്തത്തെ കുറിക്കാൻ കോടാനുകോടി എന്ന് പറയും. എന്നതുപോലെ ഒരു ചരിത്രഘട്ടം ഉണ്ടാക്കിയ സംഖ്യാബോധത്തിനകത്ത് സഹസ്രം അനന്തമായിരിക്കും. അപ്പം സഹസ്രശീർഷന് സഹസ്രാക്ഷം മതി. ഇന്നാവുമ്പോൾ പറ്റില്ല. മെറ്റഫറുകളൊക്കെ ഹിസ്റ്റോറിക്കലാണ്, എല്ലാ മെറ്റഫറുകളും. അതുകൊണ്ടാണ് കാളിദാസന് ആകാശത്തിലെ വെളുത്ത മേഘങ്ങളെ കണ്ടപ്പോൾ ഐരാവതങ്ങൾ, വെള്ളാനകൾ കൊമ്പൂത്തി കളിക്കുകയാണോ എന്നാണ് കാളിദാസന് തോന്നിയത്. വള്ളത്തോളിന് ഇതേ മേഘങ്ങളെ കണ്ടപ്പോൾ ആകാശത്ത് ഖദറിൻ്റെ കൊടികൾ പാറിക്കളിക്കുകയാണോ എന്നാണ്. ഒരേ മേഘം, ഒരേ മേഘമാണ്, പക്ഷെ ചരിത്രം പ്രവർത്തിക്കും. അത് നമ്മൾ അറിയണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ചരിത്രത്തിൽ, ഇപ്പം നിങ്ങളുടെ വളരെ ലളിതമായ ഉദാഹരണം പറയാം. നമ്മുടെ കൈത്തണ്ടയിൽ വാച്ചുണ്ട്, 60 സെക്കൻഡ് ഒരു മിനിറ്റ്, 60 മിനിറ്റ് ഒരു മണിക്കൂർ, എങ്ങനെയാണല്ലോ. എവിടെ നിന്ന് ഈ 60 വന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അത്രമേൽ പരിചിതമായതുകൊണ്ട് ആലോചിക്കില്ല. 60 സെക്കൻഡ് നമ്മുടെ സംഖ്യയിൽ എവിടെയെങ്കിലും ബേസിക് യൂണിറ്റ് ആയിട്ട് 60 ഉണ്ടോ? 10, 100, 1000 പെരുകയല്ലേ. എങ്ങനെ 60 വന്നു? പ്രാചീന അസീറിയക്കാരുടെ സംഖ്യാസമ്പ്രദായത്തിലാണ് 60 ബേസിക് യൂണിറ്റ് ആയിട്ടുള്ളത്. അസീറിയ എന്ന് പറയുന്നത് ലോകനാഗരികതയുടെ ഉത്ഭവ കേന്ദ്രങ്ങളിലൊന്നാണ്. BC 4000 ചേർന്ന് നാഗരികത ആദ്യം ജനിച്ച സ്ഥലങ്ങളിലൊന്നാണ് അസീറിയ. പിന്നീട് ബാബിലോണിയ, മെസപ്പൊട്ടോമിയ എന്നൊക്കെ അറിയപ്പെട്ട ഇന്നത്തെ ഇറാഖ്. ഈ അസീറിയയിലെ സംഖ്യാസമ്പ്രദായത്തിലാണ് 60 ബേസിക് യൂണിറ്റ് ആയത്. ആ 60 കേട്ടോ ഇപ്പോഴും കൈത്തണ്ടയിലുള്ളത്.
അതുകൊണ്ട് ഇരുന്നിരിപ്പിൽ 6000 കൊല്ലത്തെ ചരിത്രമായി. ചരിത്ര പുരുഷന്മാരാവാൻ പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ല, വെറുതെ ഇരുന്നാൽ മതി. ഇങ്ങനെയാണ് 12 മാസം വന്നു, 7 ദിവസമുള്ള ആഴ്ച വന്നു, ചരിത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ചരിത്രം എന്ന് പറയുന്നത് ഭൂതകാലത്തിലെ വിവരങ്ങളൊന്നുമല്ല, നാം ജീവിക്കുന്ന ജീവിതമാണ്, നമ്മുടെ അനുഭവമാണ്. ആകാശത്തേക്ക് നോക്കുമ്പോൾ ഇന്ന് നാം കാണുന്ന ചന്ദ്രൻ 500 കൊല്ലം മുമ്പ് നോക്കിക്കണ്ട ചന്ദ്രനല്ല. അതിനിടയിൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ പോയി, ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ചന്ദ്രനെ കാണുക. അതുകൊണ്ടാണ് മാർസ് പറയുന്നത്, ഈ മാർസിൻ്റെ മനോഹരമായൊരു നിരീക്ഷണമുണ്ട്. ഏറ്റവും സങ്കീർണമായി ഉണ്ടാക്കപ്പെട്ട മനോഹരമായ ഒരു തേനീച്ചക്കൂട് പോലും ഏറ്റവും മോശപ്പെട്ട മനുഷ്യഗൃഹത്തേക്കാൾ മൗലികമായി താണ നിലയിലാണ്. ഏറ്റവും മികച്ച തേനീച്ചക്കൂട്, ഏറ്റവും മോശം മനുഷ്യഗൃഹം. തേനീച്ചക്കൂടിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഏറ്റവും സങ്കീർണവും സുന്ദരവുമായിരിക്കുമ്പോൾ പോലും അത് 10000 കൊല്ലം മുമ്പ് അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്. അതിൽ ഭാവന പ്രവർത്തിക്കുന്നില്ല. മനുഷ്യൻ അനുഭവത്തെ ഭാവനാത്മകമായി പുനഃസംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഭാവനാത്മകമായ അനുഭവത്തെ പുനഃസംഘടിപ്പിക്കുമ്പോൾ അനുഭവത്തിന് കൈവരുന്ന മൂല്യമാണ് ചരിത്രം, ഭാവനാത്മകമായിട്ട്. അതുകൊണ്ട് ഇന്നലെ പണിത വീടല്ല ഇന്ന് പണിയുക, ഇന്ന് പണിത വീടല്ല നാളെ പണിയുക, ഇന്നലെ കണ്ട ചന്ദ്രനല്ല ഇന്ന് കാണുക. ആംസ്ട്രോങ് ചന്ദ്രനിൽ പോണേക്ക് മുമ്പ് വരെ മാത്രമാണ് നമുക്ക് മന്നവേന്ദ്ര വിളങ്ങുന്നു, ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുക. കാരണം ആംസ്ട്രോങ് എന്നപ്പോൾ കണ്ടത് കുണ്ടും കുഴിയും ചപ്പും ചവറുമൊക്കെയാണ്. അതുകൊണ്ട് ഇന്ന് മന്നവേന്ദ്ര എന്നൊരാളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ താൻ അകലിൽ നിന്ന് കാണുമ്പോൾ വളരെ നല്ലതാണെങ്കിൽ അടുത്ത് വന്നാൽ വഷളനാണ് എന്നും വേണമെങ്കിൽ അർത്ഥം വരാം. നമ്മൾ അറിഞ്ഞിട്ടല്ല. കുഞ്ചൻ നമ്പ്യാർ വാഴക്കൊല കണ്ടപ്പോൾ വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. പച്ചക്കദളി കുലകൾക്കിടക്കിട മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും ഉച്ചത്തിൽ അങ്ങനെ കണ്ടാൽ പവിഴവും പച്ചരത്നക്കല്ലും ഒന്നിച്ചു ചേർത്ത മാലകൾ എന്നൊക്കെയാണ്. ഇതെങ്ങനെയാണ് സാധ്യമായെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മളൊക്കെ വാഴപ്പഴം കണ്ടിട്ടുണ്ട്. മുപ്പരിത് മരതകവും പവിഴവും ചേർന്ന മാലയാണ് എന്നൊക്കെയാണ്. വിജയമാഷ് പറയണത് കഞ്ചാവ് ഒഴിച്ചിട്ടായിരിക്കുന്നതാണ്. കഞ്ചാവിൻ്റെ ഒരു എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നിറങ്ങളും തീക്ഷ്ണമായി തീരും അത്രേ. LSDക്കൊക്കെ അങ്ങനെയാണ്. എല്ലാ നിറങ്ങൾക്കും ഉജ്ജ്വല ശോഭ വരും. അപ്പോൾ പച്ച എന്ന് പറഞ്ഞാൽ വെറും പച്ചയല്ല, മരതകമാവും, പവിഴമായി തീരും വാഴപ്പഴം. നമ്പ്യാരുടെ കാലത്തൊക്കെ കേരളത്തിൽ കഞ്ചാവുണ്ട് കേട്ടോ, 40s കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൂടാ. എന്തായാലും ഈ വാഴക്കൊലയെ തന്നെയാണ് ചങ്ങമ്പുഴ കണ്ടത്. ഈ വാഴക്കൊല തന്നെയാണ് ചങ്ങമ്പുഴ കണ്ടത്. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ എന്നായിട്ടാണ് ചങ്ങമ്പുഴ അതിനെ മനസ്സിലാക്കിയത്. അതുകൊണ്ട് കണ്ട കൊലയല്ല കവിതയിൽ വന്ന കൊല, അതിൻ്റെ ഉള്ളിൽ ചരിത്രമുണ്ട്. മധ്യകാല നാടുവാഴുത്തം നൽകുന്ന ഒരു ഭാവനാബന്ധമായിട്ടാണ് നമ്പ്യാരുടെ ഭാവന പ്രവർത്തിച്ചതെങ്കിൽ ജന്മിവിരുദ്ധ സമരത്തിൻ്റെ ചരിത്ര സന്ദർഭം ഉണ്ടാക്കിയ ഊർജം മുഴുവൻ ചേർന്നിട്ട് ചങ്ങമ്പുഴയിൽ വാഴക്കൊല വേറൊന്നായി തീരും. അതുകൊണ്ട് TS എലിയറ്റ് പ്രണയകവിത എഴുതി തുടങ്ങുമ്പോൾ തന്നെ മോഡേണിസം വരും. ലെറ്റസ് ഗോ ദെൻ യു ആൻഡ് ഐ. വല്ലാത്ത പ്രയോഗമല്ലേ? ലെറ്റസ് ഗോ ദെൻ യു ആൻഡ് ഐ when the evening is spread out against the sky like a patient etherized upon a table. ശസ്ത്രക്രിയാമേശയ്ക്കുമേൽ ബോധരഹിതനായ രോഗിയെപ്പോലെ ആകാശത്തിൽ സായാഹ്നം പടരുമ്പോൾ എനിക്കും നിനക്കും യാത്ര പോകും. ഈ പടരുന്ന ആകാശം ഉണ്ടല്ലോ, 1-ാം ലോക യുദ്ധം കൂടിയാണ്, ഫസ്റ്റ് വേൾഡ് വാർ. 50-40 കൊല്ലം കഴിഞ്ഞപ്പോൾ കേരളത്തിലൊരു കവി ഏതാണ്ട് ഇങ്ങനെ എഴുതി, കോപ്പിയൊന്നുമല്ല കേട്ടോ, NV കൃഷ്ണവാര്യർ ഒരു കവിത എഴുതി, മദുരാശിയിൽ സായാഹ്നം. കാമുകിയെ കാത്ത് കാമുകൻ ഹോസ്റ്റലിൻ്റെ വാതിക്കൽ നിൽക്കുകയാണ്. ഹോസ്റ്റലിലുകൊണ്ടുള്ള ഒരു ഗുണം അതാണ്, കാത്തു നിൽക്കാം. നിന്നെ പ്രതീക്ഷിച്ച് ഹോസ്റ്റലിൻ വാതുക്കൽ അന്ന് ഞാൻ ഓമനയെ കാത്തു നിന്നിടവേ, കാൽനടപ്പാതയരികിൽ തണലത്ത് കണ്ടു കിഴവൻ ഒരുവൻ കിടപ്പതായി, കീറ ഉടുതുണി ഊർന്നുപോയി കാണായിതേറെ ആഭാസം അയാളുടെ നഗ്നത. ലൈക്ക് എ പേഷ്യൻ്റ് ഈതറൈസ്ഡ് അപ്പോൺ എ ടേബിൾ. അത് വേറെ രൂപത്തിൽ വരുന്നു. ആഭാസകരമായ നഗ്നതയുമായി വഴിയോരത്ത് കാത്തു കിടക്കുന്നൊരു വൃദ്ധൻ. ആ വൃദ്ധൻ ഒരു പ്രണയദൃശ്യത്തിൻ്റെ പശ്ചാത്തലമായിത്തീരുന്നു. അപ്പോഴേക്കും 1960 ഗാന്ധിജി കൊല്ലപ്പെട്ടു. അരി വാങ്ങാൻ ക്യൂവിൽ തിക്കി നിൽക്കുന്നു ഗാന്ധി, അരികെ കൂറ്റൻ കാറിലേറി നീങ്ങുന്നു ഗോഡ്സെ. അതുകൊണ്ട് ഭാവന എന്ന് പറയുന്നത് ഒരു ചരിത്രബന്ധമാണ്. ഈ ചരിത്രബന്ധം ഈ ഭാവന തെളിഞ്ഞാലേ കലയിൽ ഫലിക്കും എന്നാണ് ഷേക്സ്പീരിയൻ റിയലിസത്തിൻ്റെ അഭാവത്തെക്കുറിച്ച് എഴുതിയപ്പോൾ
ലസാലിനെ കുറിച്ച് മാർക്സും എംഗൽസും ഒരുപോലെ നടത്തിയ നിരീക്ഷണം. അതല്ലാതെ ഹിസ്റ്റോറിക്കൽ റിയാലിറ്റിയെ റെപ്രസെൻറ്റേറ്റീവായി റിഫ്ലക്റ്റീവായി പകർത്തി വെച്ചാൽ ഹിസ്റ്ററി ആവില്ല. ഹിസ്റ്ററി എന്ന് പറയുന്നത് പ്രോസസ്സാണ്. ആ പ്രോസസ്സിനെ പിടിക്കാൻ പറ്റണം. അതല്ലാതെ അതിനകത്തെ ഒരു പോയിന്റിനെ പകർത്തി വെച്ചുകൊണ്ട് കാര്യമില്ല. ഈ നിരീക്ഷണം അവർ ഒരുമിച്ച് നടത്തുന്നുണ്ട് ലസാലിനെതിരെ. പക്ഷെ അന്ന് അവർ തമ്മിൽ കണ്ടിട്ടില്ല. ഞാൻ പറയുന്നത് ഈ മാർക്സിസ്റ്റ് ലിറ്റററി ക്രിറ്റിസം എന്ന് പറയുന്നത് സംശയരഹിതമായും ഹിസ്റ്റോറിക്കലാണ്. പക്ഷേ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ഒബ്ജക്റ്റ് അല്ല. ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്, പ്രക്രിയ. ഈ പ്രക്രിയയെ മനസ്സിലാക്കുക എന്നതാണ് പ്രധാനമായിട്ടുള്ള. ഇത് മാർക്സ് പിന്നീട് വേറൊരു സ്ഥലത്ത് അദ്ദേഹം നേരിട്ട് നടത്തിയ സാഹിത്യ വിമർശനങ്ങളിൽ മറ്റൊന്ന് യൂജിൻ സ്യൂ എന്നു പേരായ ഒരു ഫ്രഞ്ച് എഴുത്തുകാരിയുടെ മിസ്റ്ററീസ് ഓഫ് പാരീസിലെ നിഗൂഢതകൾ എന്നു പേരായ നോവലിനെ വിമർശിക്കുമ്പോഴും മാർക്സ് ഈ കാര്യം പറയുന്നുണ്ട്. അവരുടെ കഥാപാത്രങ്ങളൊക്കെ ദ്വിമാന പ്രകൃതങ്ങൾ മാത്രമുള്ളതാണ്, ചരിത്രപരമായ ത്രിമാനത വരുന്നില്ല. ഷേക്സ്പീരിയൻ ക്രിറ്റിസം എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ് റിയലിസം. ചരിത്രപരമായ ത്രിമാനത വരുന്നില്ല എന്ന് മാർക്സ് പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ എംഗൽസ് മിന്ന കൗട്സ്കി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയുടെ നോവലിനെ വിമർശിക്കുന്ന സമയത്ത് എംഗൽസ് പറഞ്ഞ ഒരു കാര്യം, എഴുത്തുകാർക്ക് രാഷ്ട്രീയം ഉണ്ടാവുന്നത് നല്ലതാണ്, അവർ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുന്നത് നല്ലതാണ്, പക്ഷേ അവരുടെ സാഹിത്യകൃതികളിൽ അവർ പ്രകടമായി പക്ഷം ചേരേണ്ട കാര്യമൊന്നും ഇല്ല എന്ന്. നമ്മുടെ പുരോഗമന സാഹിത്യമൊക്കെ ഇത് ഓർക്കേണ്ടതാണ്. എംഗൽസ് എഴുതിയിരുന്നത് അങ്ങനെയാണ്. പ്രകടമായി പക്ഷം ചെയ്യുകയല്ല, ചരിത്ര പ്രക്രിയയെ പ്രകാശിപ്പിക്കലാണ്. അതുകൊണ്ടാണ് ഈ ബെൽസാക്കിനെ മാർക്സ് മാനിച്ചതുകൊണ്ടാണ്. ബെൽസാക്ക് സ്വയം ഫ്യൂഡൽ പക്ഷപാതിയായിരുന്നു. പക്ഷെ തകരുന്ന ഫ്യൂഡലിസം ഏറ്റവും നന്നായി തെളിഞ്ഞത് ബെൽസാക്കിലാണെന്നാണ് മാർക്സ് കരുതിയിരുന്നത്. ബെൽസാക്ക് സ്വയം പ്രഭുവായിരുന്നു, പ്രഭുത്വത്തിന് വേണ്ടി നിലക്കൊണ്ട ആളാണ് പൊളിറ്റിക്കലായി. പക്ഷെ ആ പ്രഭുത്വത്തിന് വേണ്ടി നിലക്കൊണ്ട ബെൽസാക്കിൻ്റെ എഴുത്തിലാണ് പ്രഭുത്വത്തിൻ്റെ തകർച്ച ഏറ്റവും സൂക്ഷ്മമായി തെളിഞ്ഞത് എന്ന് മാർക്സ് പറയുന്നുണ്ട്. സൂക്ഷ്മദൃഷ്ടിയുള്ളതുകൊണ്ട് അതിപ്പോൾ ലെനിനിൽ കാണാം. ലെനിൻ വേറൊരു രൂപത്തിൽ പറയുമല്ലോ. ഈ ടോൾസ്റ്റോയെ കുറിച്ച് പറയുമ്പോൾ റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടി എന്നാണ് പറയുന്നത്. നിങ്ങൾ നോക്കിയാൽ ലെനിൻ വിപ്ലവത്തിന് അനുകൂലമായി ഒരു വാക്കും പറഞ്ഞിട്ടില്ല. ടോൾസ്റ്റോയ് ഒന്നും പറഞ്ഞിട്ടില്ല. മാത്രമല്ല അവസാന കാലത്ത് മൂപ്പര് ആദിമ ക്രൈസ്തവ മതത്തിലേക്ക് തിരിച്ചു പോകാനും ശ്രമിക്കുകയും വലിയ മതാത്മകമായ ഒരു പൊസിഷനിൽ എത്തുകയും ചെയ്തു. സ്വന്തം നോവലുകളെ തന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തള്ളി പറഞ്ഞു. അന്നാ കരീനീന ടോൾസ്റ്റോയുടെ മോള് വായിക്കുന്ന കണ്ടപ്പോൾ ടോൾസ്റ്റോയ് ചോദിച്ചു, അത്ര നിനക്ക് നല്ലതെന്തെങ്കിലും വായിച്ചുകൂടെ എന്ന്. മൂപ്പര് അവസാനം സ്വയം നല്ലതെന്ന് കരുതിയത് അവസാനത്തെ നോവലാണ് റിസറക്ഷൻ, ഉയർത്തെഴുന്നേൽപ്പ്. അത് പുള്ളിയുടെ ഏറ്റവും മോശം പുസ്തകമാണ് കേട്ടോ. ആളുകൾ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ അങ്ങനെ കുടുക്കിലായി പോകും. വാർ ആൻഡ് പീസ്. പക്ഷെ അന്നയിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഈ തകർച്ച കാണാം. അന്നയിൽ നോക്കിയാൽ കാണാം. അന്നയുടെ ആദ്യ വാചകത്തിൽ ഈ തകർച്ചയുണ്ട്. ഓൾ ഹാപ്പി ഫാമിലീസ് ആർ ഹാപ്പി ഇൻ ദ സെയിം വേ, ഈച്ച് അൺഹാപ്പി ഫാമിലി ഈസ് അൺഹാപ്പി ഇൻ ഇറ്റ്സ് ഓൺ വേ. അത് അന്നും ഇന്നും ഒക്കെ തന്നെ കേട്ടോ. അതിനും മാറ്റമില്ലാത്തൊരു കാര്യമാണ് അൺഹാപ്പി ഇൻ ഇറ്റ്സ് ഓൺ വേ. അസന്തുഷ്ടമാകുമ്പോൾ ഓരോ തരത്തിലായിരിക്കും. അന്ന വായിച്ചു നോക്കിയാൽ ഒരു സ്ഥലത്ത് എഴുതുന്നുണ്ടല്ലോ, ഈ വ്രോൺസ്കിയെ കണ്ടതിന് ശേഷം സായാഹ്ന സൽക്കാരമൊക്കെ കഴിഞ്ഞ് അന്ന നാട്ടിലേക്ക് മടങ്ങിപ്പോവാൻ തീവണ്ടി കയറാൻ വന്നു നിൽക്കുമ്പോൾ കാറ്റടിക്കുന്നുണ്ട്. അന്ന തിരിഞ്ഞു നോക്കുന്നു. അപ്പോൾ വ്രോൺസ്കി അറ്റത്തുണ്ട്, പുറയിൽ കൊടുങ്കാറ്റ് വീശുന്നുണ്ട്. ടോൾസ്റ്റോയ് എഴുതിയിട്ടുള്ളത് ദ സ്റ്റോം വാസ് വെരി ബ്യൂട്ടിഫുൾ. വലിയ കൊടുങ്കാറ്റ് വരിക, അന്നയുടെ ജീവിതം കടപറിച്ചു കൊണ്ടുപോകും. വെരി ബ്യൂട്ടിഫുൾ. അപ്പം ഇങ്ങനെ ഈ പ്രക്രിയ കാണുന്നു. അതുകൊണ്ടാണ് ടോൾസ്റ്റോയിയെ റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടി എന്ന് വിളിച്ചത്. വിപ്ലവത്തിന് വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് ഈ മിന്ന കൗട്സ്കിയുടെ നോവലിൻ്റെ വിമർശനത്തിൽ എംഗൽസ് പറയുന്നുണ്ട്. കുറച്ചുകൂടി പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് കൂടി പറയാം. അത് മാർഗറ്റ് ഹർക്കിനസ് എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റ്, അവരുടെ സിറ്റി ഗേൾ എന്ന നോവലിന് എംഗൽസ് വിമർശനം എഴുതുമ്പോൾ, മാർഗരറ്റ് ഹർക്കിനസ് സിറ്റി ഗേൾ, അതിൽ എംഗൽസ് കൗതുകമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈ റിയലിസം എന്ന് പറയുന്നത് വിശദാംശങ്ങളിലുള്ള സത്യദീക്ഷയല്ല. എല്ലാ വിശദാംശങ്ങളും കൃത്യമായി കാണിക്കുന്നതല്ല റിയലിസം. മറിച്ച് യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്ന പ്രക്രിയകളെ ഉൾക്കൊള്ളലാണ്. വിശദാംശങ്ങളിലുള്ള സത്യദീക്ഷ നിങ്ങളുടെ നോവലിനെ നാച്ചുറലിസ്റ്റ് ആക്കാം, റിയലിസ്റ്റ് ആവില്ല. റിയൽ എന്ന് പറയുന്നത് പുറമേ കാണുന്ന വിശദാംശങ്ങളല്ല, അതിനുള്ളിലുള്ള
എന്താ പറയുക, പ്രക്രിയാപരമായ യാഥാർത്ഥ്യമാണ്. പ്രക്രിയാപരമായ യാഥാർത്ഥ്യത്തെ നോവലിലേക്ക് സന്നിവേശിപ്പിക്കുമ്പോഴാണ് നോവൽ റിയലിസ്റ്റ് നോവലാവുന്നത്, വസ്തു യാഥാർത്ഥ്യത്തെ പകർത്തി കാണിക്കുമ്പോഴല്ല എന്നാണ് എംഗൽസിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ആ നിരീക്ഷണം. അവിടെ വച്ചിട്ടാണ് ഈ നോവൽ എന്ന് പറയുന്നത്, റിയലിസ്റ്റ് നോവൽ എന്ന് പറയുന്നത് ടൈപ്പുകളെ കേന്ദ്രീകരിച്ചാണ് എന്ന് അദ്ദേഹം പറയുന്നത്. എന്താണ് ടൈപ്പ്? സവിശേഷമായ വ്യക്തിത്വം ഉള്ളപ്പോൾ തന്നെ ഒരു വർഗവിഭാഗത്തിൻ്റെ വർഗപരമായ ഉള്ളടക്കത്തെ സ്വാംശീകരിച്ച കഥാപാത്രമാണ് ടൈപ്പ്. ടൈപ്പിന് രണ്ട് പ്രകൃതങ്ങളുണ്ട്. ഒന്ന്, ഒരു വർഗ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാമൂഹ്യ വിഭാഗത്തിൻ്റെ ചരിത്രപരമായ ഉള്ളടക്കത്തെ ആ കഥാപാത്രം അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. അതേസമയം തന്നെ ചരിത്രപരമായ അനന്യതയും ആ കഥാപാത്രത്തിന് ഉണ്ടാവും. ഇങ്ങനെ യുണീക്ക്നെസ് ആൻഡ് യൂണിവേഴ്സാലിറ്റി, ഇത് രണ്ടും ഒരുമിച്ച് വരണം. ഒരു വർഗവിഭാഗത്തിൻ്റെ സാർവത്രികമായ ഉള്ളടക്കം, അതേസമയം തന്നെ കഥാപാത്രത്തിൻ്റെ അനന്യത, ഇത് രണ്ടും ചേരുമ്പോൾ കഥാപാത്രം ടൈപ്പുകളാകും. ഈ ടൈപ്പുകളെ മുൻനിർത്തി വേണം റിയലിസ്റ്റ് നോവൽ എഴുതാൻ എന്ന് എംഗൽസ് വളരെ പ്രസിദ്ധമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഈ സൂക്ഷ്മതകളൊക്കെ പിന്നീടുള്ള ചർച്ചകളിൽ പലപ്പോഴും ദുർബലപ്പെട്ടു പോവുകയാണ് ചെയ്തത്. ഇതിൻ്റെ കൺസോളിഡേഷൻ എന്ന നിലയ്ക്ക് പറയാവുന്ന ഒരു കാര്യം കൂടി പറയണം. ഇപ്പം മാർക്സിസ്റ്റ് കലാദർശനവും സാഹിത്യദർശനവും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു മെറ്റഫർ ബേസ്മെൻറ്റ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ എന്നാണ്. ബേസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ, അടിത്തറയും മേൽപ്പുരയും. അത് പ്രസിദ്ധമായൊരു നിരീക്ഷണമാണ് മാർക്സ് 1859 എഴുതിയ കോൺട്രിബ്യൂഷൻ ടു ദ ക്രിട്ടിക് ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി എന്ന ഗ്രന്ഥത്തിൻ്റെ പ്രിഫേസ്, അതിൻ്റെ ആമുഖത്തിൽ മാർക്സ് ദീർഘമായൊരു പാരഗ്രാഫോളം ദൈർഘ്യമുള്ള ഒരു വാക്യം എഴുതുന്നുണ്ട്. അവിടെയാണ് ഈ ആശയം അദ്ദേഹം വിശദീകരിക്കുന്നത്. എന്താണ് അദ്ദേഹം സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, തങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായി മനുഷ്യർ തമ്മിലും അതുപോലെ പ്രകൃതിയോടും പലതരത്തിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടും. സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമായി മനുഷ്യർ ഉൽപാദന ബന്ധങ്ങളിൽ ഏർപ്പെടും. ഈ ഉൽപാദന ബന്ധങ്ങളാണ് മനുഷ്യ ജീവിത യാഥാർത്ഥ്യത്തിൻ്റെ അടിത്തറ. ഈ ഉൽപാദന ബന്ധങ്ങൾക്ക് മുകളിൽ ആശയവ്യവസ്ഥകളുടെ, കലയുടെ, സാഹിത്യത്തിൻ്റെ, നിയമ സംവിധാനങ്ങളുടെ, തത്വചിന്തയുടെ, മതബോധത്തിൻ്റെ ഒക്കെയായ ഒരു മേൽപ്പുര ഉയർന്നു വരും. ഇതാണ് മാർക്സിൻ്റെ ആ നിരീക്ഷണത്തിൻ്റെ ഏതാണ്ട് ഒരു സംഗ്രഹം. അതേ വാക്യമല്ല. അതായത് ദൈനംദിന ജീവിത പ്രയോഗത്തിൻ്റെ ഭാഗമായി, ജീവിതായോധനത്തിൻ്റെ ഭാഗമായി മനുഷ്യർ ഏർപ്പെടുന്ന ഉൽപാദന ബന്ധങ്ങളാണ് സാമൂഹിക യാഥാർത്ഥ്യത്തിൻ്റെ അടിപ്പടവായി തീരുക. ഈ ഉൽപാദന ബന്ധങ്ങളിൽ നിന്നാണ് ആശയാവലികളുടെയും തത്വചിന്തയുടെയും ഒക്കെയായ മേൽപ്പുര ഉയർന്നു വരിക എന്നൊരു മെറ്റഫറാണ് അവതരിപ്പിച്ചത്. ഇതാണ് പിന്നീട് അടിത്തറ മേൽപ്പുര സിദ്ധാന്തം എന്ന മട്ടിൽ വികസിച്ചു വന്നത്. ഇതിൽ മാർക്സ് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 19-ാം നൂറ്റാണ്ടിലൊക്കെ ഈ ആശയങ്ങൾ എന്ന് പറയുന്നത് ഒന്നുകിൽ ദൈവികമായ പ്രഭവങ്ങളിൽ നിന്ന് രൂപപ്പെടുന്നതോ അല്ലെങ്കിൽ അതിഭൗതികമായ ഉത്ഭവസ്ഥാനങ്ങളുള്ളതോ ആയിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇപ്പം ഹെഗല് ചരിത്രപ്രക്രിയ വൈരുദ്ധ്യാത്മകമാണ് എന്ന് പറഞ്ഞെങ്കിലും ഈ ചരിത്ര പ്രക്രിയ വൈരുദ്ധ്യാത്മകമായിരിക്കുമ്പോഴും ആ വൈരുദ്ധ്യാത്മകത പ്രവർത്തിക്കുന്നത് ആശയങ്ങളുടെ ലോകത്താണ് എന്നാണ് ഹെഗല് പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ അതിഭൗതികമായ ഒരു ഉത്ഭവസ്ഥാനം ആശയാവലികൾക്ക് നൽകിക്കൊണ്ട് അതിനെ ദൈവമായിട്ടോ മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ടോ സങ്കല്പിക്കുന്ന ഒരു വിചാര പരിസരമാണ് 19-ാം നൂറ്റാണ്ടിൽ പ്രബലമായിട്ടുള്ളത്. ഈ വിചാര പരിസരത്തിനെതിരായ നിശിതമായ വിമർശനമാണ് വാസ്തവത്തിൽ മാർക്സ് മുമ്പോട്ട് വയ്ക്കുന്നത്. അദ്ദേഹം കരുതിയത് ആശയാവലികൾ ചരിത്രബന്ധങ്ങളിൽ നിന്ന്, ഭൗതിക പ്രയോഗങ്ങളിൽ നിന്ന് വികസിച്ചു വരുന്നതാണ്. അതല്ലാതെ അതിഭൗതികമായ ഒരു പ്രഭവത്തിൽ നിന്നല്ല ആശയങ്ങൾ ഉടലെടുക്കുന്നത്. അത് കലയാകട്ടെ, തത്വചിന്താരൂപങ്ങളാകട്ടെ, മറ്റെന്തും ആകട്ടെ. ഇതാണ് മാർക്സ് പറയാൻ ശ്രമിച്ചത്. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹം പറഞ്ഞതിലെ ഈ ഒരു ഘടകം പിൽക്കാലത്ത് വളരെ കൂടുതൽ ഊന്നിപ്പറയപ്പെടുകയും അവർ കൊണ്ടുവന്ന മറ്റൊരു നിർദ്ദേശം കാര്യമായി പരിഗണിക്കപ്പെടാതെ പോവുകയും ചെയ്തു. മറ്റൊരു നിർദ്ദേശം എന്താണ്? അത് ആശയാവലികൾ എന്ന് പറയുന്നത് കേവലം ആശയാവലികളായിട്ട് നിലനിൽക്കുന്നവയല്ല, ആശയാവലികൾ ഭൗതിക ശക്തികളാി പ്രവർത്തിക്കുന്നവയാണ്. ഇത് 1859 ഈ പ്രിഫേസിനും 15 കൊല്ലം മുമ്പ് മാർക്സ് എഴുതിയ 1843
ക്രിട്ടിക് ഓഫ് ദ ഹെഗൽസ് ഫിലോസഫി ഓഫ് റൈറ്റ്, ഹെഗലിൻ്റെ നിയമദർശനത്തിൻ്റെ വിമർശം എന്ന പ്രബന്ധത്തിൽ വളരെ പ്രാമാണികമായൊരു വാക്യമുണ്ട്. അദ്ദേഹം പറയുന്നത്, ഐഡിയാസ് ബിക്കം മെറ്റീരിയൽ ഫോഴ്സ് വെൻ ഇറ്റ് ഗ്രിപ്സ് ദ മാസസ്. ആശയങ്ങൾ ഭൗതിക ശക്തികളായിത്തീരും ജനങ്ങൾക്ക് മേൽ പിടിമുറുക്കിയാൽ. അതുകൊണ്ട് ആശയം എന്ന് പറയുന്നത് റിഫ്ലക്റ്റീവായ ഒരു ഡൊമൈനായിട്ട് നിൽക്കുകയല്ല, മറിച്ച് ജനജീവിതത്തിൽ ഭൗതികതയിൽ പ്രവർത്തിക്കുന്നവ തന്നെയാണ്. 20-ാം നൂറ്റാണ്ടിലോ 19-ാം നൂറ്റാണ്ടിലോ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ആശയമാണല്ലോ ദേശീയത. ഉള്ള കാര്യമൊന്നുമല്ലല്ലോ. പക്ഷെ ഇതുപോലെ പ്രവർത്തിച്ചൊന്നുമില്ലല്ലോ. 2 ലോകയുദ്ധങ്ങൾ, ഈ കാണാവുന്ന എല്ലാ യുദ്ധങ്ങളും ഒക്കെ ദേശീയതയുടെ പുറത്താണ് ഉണ്ടായത്. പക്ഷെ എന്താണ് ഒരു ജനതയെ ദേശീയ സമൂഹമാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളെല്ലാവരും ഒരു നാട്ടുകാരനാണെന്നുള്ള നാട്ടുകാരുടെ വിശ്വാസമാണ്. അല്ലാതെ ഈ നാട്ടുകാരെ മുഴുവൻ ഒരുമിച്ച് ചേർക്കുന്ന എന്താ പൊതുവായിട്ടുള്ളത്? മുഴുവൻ ഇന്ത്യക്കാർക്കും ബാധകമായ എന്താ ഉള്ളത്? ഞങ്ങളെല്ലാവരും ഇന്ത്യക്കാരാണ് എന്നുള്ള വിശ്വാസമാണ്. വിശ്വാസം അതല്ലേ എല്ലാം. അതൊരു പരസ്യം മാത്രമൊന്നുമല്ല കേട്ടോ. ദേശീയതയുടെയൊക്കെ അടിസ്ഥാനം അതാ ഭാരതം. പക്ഷെ ഇതൊരു വെറും വിശ്വാസമല്ല, ചരിത്രത്തിൽ വേരുള്ള വിശ്വാസം. ചരിത്രത്തിൽ വേര് പിടിച്ചൊരു വിശ്വാസം നിന്നാൽ ആ വിശ്വാസം ചരിത്രത്തിലെ ഭൗതിക വസ്തുക്കളെക്കാൾ ബലിഷ്ഠായിരിക്കും. ഞാൻ എളുപ്പം മനസ്സിലാവുന്ന വേറൊരു ഉദാഹരണം പറയാം. ഇപ്പം ഈ മേശയെക്കാളോ ഈ കസേരയെക്കാളോ ഇവിടെയുള്ള കല്ലിനേക്കാളോ ഒക്കെ ബലിഷ്ഠമാണ് എനിക്കെൻ്റെ മകനോടുള്ള സ്നേഹം. ഈ കല്ലിന് വേണ്ടി ഞാൻ മരിക്കില്ല, എൻ്റെ മകന് വേണ്ടി പക്ഷെ ഞാൻ മരിക്കും. അതുകൊണ്ട് സ്നേഹം എന്നുള്ളതൊരു ഭൗതിക ശക്തിയല്ല നിങ്ങൾ കരുതരുത്. മനുഷ്യർക്കിടയിൽ ഭാവശക്തി എന്ന് പറയുന്ന ഒന്നുണ്ട്. ആ ഭാവശക്തി ഏത് ഭൗതിക ശക്തിയെക്കാളും ബലമുള്ളതാണ്. അതുകൊണ്ടാണ് ആർക്കോ വേണ്ടി മരിക്കാൻ ഒരാൾക്ക് രക്തസാക്ഷിത്വം വരിക്കാൻ ഒരു പ്രയാസമില്ലാതെ ഇരിക്കുന്നത്. മനസ്സിലായല്ല? നമ്മിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്. അതുകൊണ്ടാണ് ഒരു പ്രളയം വന്ന സമയത്ത് ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് ഇറങ്ങി നിന്നത്. ഒരു സോഷ്യൽ സ്കൾപ്ചർ പോലെ, ഒരു സമൂഹ ശില്പം പോലെ മനുഷ്യർ ഒരുമിച്ച് നിന്നത് തങ്ങൾക്ക് വേദന എടുത്തുകൊണ്ട് മാത്രമല്ല, ഈ ഭാവശക്തിയാൽ ബന്ധിതമായതുകൊണ്ടാണ്. അങ്ങനെ ബന്ധിതമാകാനുള്ള ശേഷി മനുഷ്യനുണ്ട്. അതാണ് ഈ ആശയങ്ങളുടെ ഭൗതിക ശേഷി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അനുഭൂതിയുടെ ഭൗതിക ശേഷി എന്ന് പറയുന്നത്. ഈ ഭൗതിക ശേഷിയെ നിരസിച്ചുകൂടാ. അങ്ങനെ നിരസിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യാവസ്ഥയില്ല. ഇത് മാർക്സ് വളരെ മുമ്പേ പറയുന്ന ഒരു കാര്യമാണ്. ഐഡിയാസ് ബിക്കം മെറ്റീരിയൽ ഫോഴ്സ് വെൻ ഇറ്റ് ഗ്രിപ്സ് ദ മാസസ്. പിടിമുറുക്കി കഴിഞ്ഞാൽ അതിശക്തമായിത്തീരും. അങ്ങനെ പിടിമുറുക്കിയ ശക്തിമത്തായ ആശയങ്ങൾ എത്രയെങ്കിലും മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിലുണ്ട്. ദൈവങ്ങളായി, മതസങ്കല്പങ്ങളായി, ദേശീയതകളായി, അങ്ങനെ ഏതെല്ലാം രൂപങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും പ്രവർത്തിക്കും. അപ്പോൾ ഈ ഘടകം വളരെ പ്രധാനമാണ്. അതായത് ഭൗതിക പ്രയോഗങ്ങളിൽ നിന്നാണ് ആശയാവലികൾ ഉയരുന്നതെങ്കിലും ആ ആശയാവലികൾക്ക് തിരിച്ച് ഭൗതിക ശക്തിയായി പ്രവർത്തിക്കാൻ കഴിയും. അഥവാ ഒരു പ്രക്രിയാരൂപത്തിലാണ് ആശയങ്ങൾ നിലനിൽക്കുന്നത്. കേവല ആശയങ്ങളല്ല, കേവല വസ്തുക്കളുമല്ല. ആശയങ്ങളും വസ്തുലോകവും തമ്മിലുള്ള നിരന്തരമായ ഒരു വിനിമയത്തിനകത്താണ് വാസ്തവത്തിൽ യാഥാർത്ഥ്യം നിൽക്കുന്നത്. അതുകൊണ്ടാണ് മാർക്സിസം എപ്പോഴും യാഥാർത്ഥ്യത്തെ പ്രക്രിയാപരമായി കാണുന്നു, സത്താപരമായി കാണുന്നില്ല എന്ന് പറയുന്നത്. എസൻഷ്യലിസ്റ്റ് അല്ല. എസൻഷ്യലൈസ് ചെയ്യുക എന്ന് പറയുന്നത് മെറ്റഫിസിക്കലാണ്. യാഥാർത്ഥ്യത്തെ കേവല വസ്തുരൂപങ്ങളായി, സത്തകളായി കാണുക. അപ്പം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ വ്യക്തിയുടെ ഉള്ളിലുള്ള വ്യക്തിത്വം എന്ന് നാം വിളിച്ചു പോരുന്ന എന്തോ ഒരു സാധനമാണ് എന്നാണ്. അങ്ങനെ ഒന്നുണ്ട് എന്നാണ് കരുതുക. എൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും പുറകിൽ ഞാനുണ്ട് എന്ന് ധരിക്കുന്നതിനെയാണ് നമ്മൾ ഈ വ്യക്തിത്വം എന്ന് പറയുന്നത്. ഫ്രോയിഡാണിത് ഒരു തട്ടിപ്പാണ് എന്ന് പറഞ്ഞത്. ഇങ്ങനെയൊന്നുമില്ല. മാർക്സ് മനോഹരായ മറ്റൊരു രൂപത്തിലാണ് പറഞ്ഞത്, മാൻ ഈസ് ആൻ എൻസംബിൾ ഓഫ് സോഷ്യൽ റിലേഷൻസ്. മനുഷ്യൻ സാമൂഹിക ബന്ധങ്ങളുടെ സമുച്ചയമാണ്. ബന്ധരൂപങ്ങളാണ് മനുഷ്യനായിത്തീരുന്നത്. മനസ്സിലാവാൻ എളുപ്പമുള്ളൊരു ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ പേര് എന്ന് പറയുന്നത് എൻ്റെ പേരല്ല, എൻ്റെ പേര് എന്ന് പറയുന്നത് എന്നെ വിളിക്കുന്ന പേരാണ്. അല്ലാതെ എൻ്റെ ഉള്ളിലുള്ളൊരു സത്തയുടെ പേരൊന്നുമല്ല. എനിക്ക് പേരുണ്ടാവണമെങ്കിൽ ഉറപ്പായിട്ടും വേണ്ട ഒരു കാര്യം, വിളിക്കാൻ ആരെങ്കിലും വേണം. അല്ല, എനിക്കൊരു പേരുണ്ടെന്ന് പറഞ്ഞാൽ 2-3 തവണയൊക്കെ എനിക്ക് എന്നെ വിളിച്ചു നോക്കാമെന്നല്ലാതെ എന്തു ചെയ്യും? നിങ്ങൾക്കൊരു മനോഹരായ പേരുണ്ട്, നിങ്ങളും ഉണ്ട് എന്ന് വെച്ചാൽ ഒരു കാര്യമില്ല കേട്ടോ. വിളിച്ചാണ് പേരൊക്കെ വലുതായത്. KGS കവിതയിൽ പറയില്ലേ, കണ്ടാണ് കടൽ ഇത്ര വലുതായതെന്ന്. അതുപോലെ വിളിച്ചാണ്. ഈ വിളിയാണ്, ഈ വിളിയിലാണ് യാഥാർത്ഥ്യം. ഇൻ്റർപെലേഷൻ എന്ന് പിന്നീട് നമ്മുടെ
അൽത്യൂസർ വേറൊരു സന്ദർഭത്തിൽ പറയും, വിളിയിൽ തെളിയുന്ന യാഥാർത്ഥ്യം. ഞാൻ നിങ്ങളെ വിളിക്കുന്നു, വിളിക്കുമ്പോൾ പേര് തെളിയുന്നു. റിലേഷനാണ്. ആ റിലേഷൻ്റെ ആകത്തുകയിലാണ് മനുഷ്യൻ എന്ന യാഥാർത്ഥ്യം നിൽക്കുന്നത്. അല്ലാതെ ഈ വിളികൾക്കെല്ലാം മുമ്പേ, ഈ പ്രയോഗങ്ങൾക്കെല്ലാം മുമ്പേ സത്താപരമായ ഒരു പൂർവ്വനിശ്ചിത യാഥാർത്ഥ്യം ഇല്ല. എന്നതുപോലെ ആശയപ്രയോഗങ്ങൾ ഭൗതികമായി തീരുന്നു, ഭൗതികത ആശയപ്രയോഗങ്ങളായിത്തീരുന്നു. ഇതിൻ്റെ ഈ രണ്ടാമത്തെ തലം, അതായത് ആശയങ്ങൾക്ക് ഭൗതികമായി പ്രവർത്തിക്കാൻ ശേഷിയുണ്ട് എന്നുള്ള കാഴ്ചപ്പാട് പക്ഷെ പിന്നീട് പലപ്പോഴും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും പലപ്പോഴും കലയും സാഹിത്യവും ഉൾപ്പെടെയുള്ള ആശയാവലികളുടെ ലോകം, അനുഭൂതികളുടെ ലോകം ഭൗതിക പ്രയോഗങ്ങളുടെ, പ്രത്യേകിച്ചും സാമ്പത്തിക ഉൽപാദന ബന്ധങ്ങളുടെ ഒരു റിഫ്ലക്റ്റീവ് ഡൊമൈൻ മാത്രമാണ്, ഒരു പ്രതിഫലന മണ്ഡലം മാത്രമാണ് എന്ന വീക്ഷണഗതി മാർക്സിസത്തിനകത്ത്, പ്രത്യേകിച്ചും സോവിയറ്റ് മാർക്സിസത്തിനകത്ത് അതിശക്തമായ സ്വാധീനം നേടുകയും മാർക്സിസത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും തെറ്റായ തലതിരിഞ്ഞ ഊന്നലായി അത് മാറിത്തീരുകയും ചെയ്തു. അങ്ങനെ വന്നതോടെ നിങ്ങൾ ഈ ആശയങ്ങളുടെ ലോകം എന്ന് പറയുന്നത് അപ്രധാനമായി തീർന്നു. നിങ്ങൾ ഈ ഉൽപാദന വ്യവസ്ഥയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കേണ്ടത് എന്ന അതിയാന്ത്രികത മാർക്സിസത്തിൽ വലിയ തോതിൽ പിടിമുറുക്കി. ഇങ്ങനെ പിടിമുറുക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ എംഗൽസ് അതിനെതിരെ വിമർശനം ഉയർത്തുന്നുണ്ട്. 1890 ഏണസ്റ്റ് ബ്ലോക്ക് എന്ന പേരായ തൻ്റെ സുഹൃത്തിനെഴുതിയ കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനും മാർക്സും അവതരിപ്പിച്ച സമീപനത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്: ആശയാവലികൾ രൂപപ്പെടുന്നത് ചരിത്രപരമായ ഭൗതിക ബന്ധങ്ങളിൽ നിന്നാണ്. അതിനപ്പുറം ഞാനോ മാർക്സോ ഉദ്ദേശിച്ചിട്ടില്ല. ഇതിനർത്ഥം ആശയങ്ങൾക്ക് സ്വന്തം ജീവിതമില്ലെന്നോ അവയ്ക്ക് പ്രവർത്തനശേഷിയില്ലെന്നോ അല്ല. ആരെങ്കിലും ഞങ്ങൾ പറഞ്ഞതിനെ ആ നിലയിൽ മാറ്റി തീർക്കുകയാണെങ്കിൽ അവർ ഞങ്ങളുടെ ആശയത്തെ അസംബന്ധവും അർത്ഥശൂന്യവും കേവലവുമാക്കി മാറ്റുകയാണ്. ഈ വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്, അബ്സല്യൂട്ട്, മീനിങ്ലെസ് ആൻഡ് അബ്സേഡ്. പക്ഷേ എംഗൽസ് തള്ളിപ്പറഞ്ഞ ഈ അബ്സൈഡിറ്റി, ഈ അസംബന്ധം പിന്നീട് സോവിയറ്റ് മാർക്സിസത്തിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുകയും പലപ്പോഴും സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെ പ്രതിഫലനമാണ് കല, സാഹിത്യം എന്നൊക്കെ കരുതാൻ തുടങ്ങുകയും റോട്ടിൽ നടന്ന സമരത്തിൻ്റെ മുദ്രാവാക്യം കവിതയിലില്ലെങ്കിൽ ഇത് പിന്തിരിപ്പൻ സാഹിത്യമാണ് എന്ന് വളരെ പെട്ടെന്ന് തീർപ്പാക്കുകയും അങ്ങനെ ഒരുപാട് നല്ല എഴുത്തുകാരെ നമ്മൾ പിന്തിരിപ്പന്മാരാക്കി മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം മലയാളത്തിലെ കൗതുകമുള്ളൊരു ഉദാഹരണം പറയാം, പിന്തിരിപ്പത്തല്ല. കുമാരനാശാൻ എടുത്താൽ, ആശാൻ ചണ്ടാലഭിക്ഷയിലും ദുരവസ്ഥയിലും ഒക്കെ ആശാൻ സാമൂഹിക ബോധമുള്ള കവിയാണ്. കാരണം ജാതിക്കെതിരെ എഴുതിയിട്ടുണ്ട്. നളിനിയിലും ലീലയിലുമൊക്കെ ആശാൻ പ്രണയഗായകനാണ്. പ്രണയം അങ്ങനെ സാമൂഹിക അല്ല. നോക്കൂ, ഈ പ്രണയം എന്ന് പറയുന്നത് വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ്റെ പേരാണ്. ചരിത്രം ഉണ്ട് അതിന്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കേവലമായ ഒരു ആകർഷണമല്ല പ്രണയം. മറിച്ച് ആധുനികത ജന്മം എടുത്തതോടെ വ്യക്തികൾ ഓരോരുത്തരും അനന്യരാണ് എന്ന് സ്വയം മനസ്സിലാക്കിയതോടെ അനന്യ വ്യക്തിത്വമായ ഞാനും അനന്യ വ്യക്തിത്വമായ മറ്റൊരാൾക്കുമിടയിലുള്ള അത്യന്തം അനന്യമായ ഒരു അനുഭൂതിയുടെ ബന്ധത്തിൻ്റെ പേരായിട്ടാണ് പ്രണയം വരുന്നത്. അതുകൊണ്ടാണ് പ്രണയം എന്ന വാക്ക് 20-ാം നൂറ്റാണ്ടിന് മുമ്പ് നമ്മുടെ ഭാഷയിൽ ഇല്ലാത്തത്. അവിടെ എവിടെയുള്ളൂ. കുമാരനാശാനാണ് ആദ്യമായിട്ട് വിളിക്കുന്നത് പ്രണയപരവശയെ. അപ്പം കേരളത്തിൽ ആരും പ്രേമിച്ചു തുടങ്ങിയിട്ടില്ല. ആശാൻ പക്ഷെ വിളിച്ചു പ്രണയപരവശയെ. ഞാൻ പറഞ്ഞത് അനുഭൂതി എന്ന് പറയുന്നത് ചരിത്രപരമാണ്. അതുകൊണ്ട് അനുഭൂതിയെക്കുറിച്ച് എഴുതുമ്പോഴും ചരിത്രം പ്രവർത്തിക്കുന്നുണ്ട്. അല്ലാതെ റോട്ടിൽ കണ്ട ജാതിവിരുദ്ധ സമരം പറയുമ്പോൾ മാത്രമല്ല ചരിത്രമുള്ളത്, ഇതിലും സമൂഹമുണ്ട്. ഇത് തിരിച്ചറിയാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതാണ് എംഗൽസ് പറയാൻ ശ്രമിച്ചത്. നിർഭാഗ്യവശാൽ അത് മനസ്സിലാക്കപ്പെടുകയുണ്ടായില്ല. ഇതുപോലെ മറ്റൊരു ധാര ഇവരുടെ നിരീക്ഷണത്തിൽ, ഇത് ഞാൻ അവരുടെ കാഷ്വലായ ഒബ്സർവേഷൻസ് വെച്ച് പറഞ്ഞതാണ്. തിയററ്റിക്കലായി മാർക്സും എംഗൽസും കലയെയും സാഹിത്യത്തെയും നോക്കിക്കാണുന്ന പല സന്ദർഭങ്ങളുണ്ട്. കലാസിദ്ധാന്തം എന്ന നിലയ്ക്കല്ല. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ 1859 പ്രിഫേസാണ്, കോൺട്രിബ്യൂഷൻ ടു ദ ക്രിട്ടിക് ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി എന്നു പേരായ ഗ്രന്ഥം. അതിലാണ് ഭൗതികമായ ഉൽപാദന പ്രക്രിയകളിൽ നിന്നാണ് അനുഭൂതിയുടെ ലോകങ്ങൾ ഉളവാകുക, അനുഭൂതി ലോകങ്ങൾ തിരിച്ച് ഭൗതിക യാഥാർത്ഥ്യത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കും എന്ന നിരീക്ഷണം അവർ നടത്തുന്നത്.
വളരെ പ്രധാനപ്പെട്ട മറ്റ് 2 രചനകളെ കൂടി ഇവിടെ പരിഗണിക്കേണ്ടതുണ്ട്. ഒന്ന് 1844 മാർക്സ് എഴുതിയ, പിന്നീട് 80ഓളം വർഷങ്ങൾക്ക് ശേഷം മാത്രം പുറത്തു വന്ന എക്കണോമിക് ആൻഡ് ഫിലോസഫിക് മാനുസ്ക്രിപ്റ്റ്സ് എന്നു പേരായ കുറിപ്പുകൾ. മാർക്സിൻ്റെ പാരീസ് ജീവിതകാലത്ത് മാർക്സ് എഴുതിയ പഠനക്കുറിപ്പുകളാണ്. അതിൽ മാർക്സ് നടത്തുന്ന സുപ്രധാനമായൊരു നിരീക്ഷണം, ഇന്നും നമ്മളുടെ പിടിവിട്ടിട്ടില്ലാത്ത ചില തെറ്റിദ്ധാരണകൾക്കെതിരെയുള്ള വലിയ വിമർശനം അന്ന് മാർക്സ് ഉയർത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, സെൻസസ് ബിക്കം തിയററ്റീഷ്യൻസ് ഇൻ ദെയർ ഇമ്മീഡിയറ്റ് പ്രാക്ടീസ് എന്ന്. ഇന്ദ്രിയങ്ങൾ സൈദ്ധാന്തികരാണ് എപ്പോൾ? പ്രയുക്തമായ സ്ഥാനങ്ങളിൽ. നമ്മളിപ്പോഴും അനുഭവം ഒന്നാണ്, സിദ്ധാന്തം വേറൊന്നാണ് എന്ന് കരുതും. ഇപ്പോഴും അങ്ങനെയാണല്ലോ. അതുകൊണ്ട് അനുഭവം സത്യമാണ്, സിദ്ധാന്തം എന്തോ കെട്ടിയിറക്കിയ കാര്യമാണ്. മാർക്സിൻ്റെ പ്രയോഗം ഇതാണ്, സെൻസസ് ബിക്കം തിയററ്റീഷ്യൻസ് ഇൻ ദെയർ ഇമ്മീഡിയറ്റ് പ്രാക്ടീസ്. ആസന്നമായ ഓരോ പ്രയോഗ സന്ദർഭത്തിലും ഇന്ദ്രിയങ്ങൾ സൈദ്ധാന്തികരാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ കാണുന്നത് ശൂന്യ സ്ഥലത്തല്ല, കാഴ്ചയുടെ ചരിത്രത്തിൽ നിന്നുകൊണ്ടേ നമ്മൾ കാണും. കാഴ്ചയുടെ ചരിത്രത്തിൽ നിന്നുകൊണ്ടേ കാണാൻ പറ്റും. ഇപ്പം ഈ ഇലയ്ക്ക് പച്ച നിറമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ സംശയരഹിതമായി നിങ്ങൾക്ക് മലയാള ഭാഷയും കൂടി അറിയണം. മലയാളം അറിയാത്ത ഒരാൾക്ക് ഈ പച്ച നിറമില്ല. എസ്കിമോകളുടെ ഭാഷയിൽ മഞ്ഞിനെ സൂചിപ്പിക്കാൻ 27 വാക്കുകളുണ്ട് അത്രേ. കാരണം എസ്കിമോകൾ മഞ്ഞിൽ ജീവിക്കുന്നു. അതുകൊണ്ട് കാലത്തുള്ള മഞ്ഞല്ല ഉച്ചയ്ക്കുള്ളതെന്നും, ഉച്ചയ്ക്കുള്ളതല്ല രാത്രി ഉള്ളതെന്നും, ഗ്രീഷ്മകാലത്തെ മഞ്ഞല്ല ശൈത്യകാലത്തെ മഞ്ഞെന്നും, കരയിലെ മഞ്ഞല്ല കടലിലെ മഞ്ഞെന്നൊക്കെ എസ്കിമോകൾക്കറിയാം. നമുക്ക് മഞ്ഞയില്ലാത്തത് കൊണ്ട് നമുക്കൊരു മഞ്ഞേ ഉള്ളൂ. നമുക്കൊറ്റ വാക്കേ ഉള്ളൂ, മഞ്ഞ്. എസ്കിമോകൾക്ക് മഞ്ഞ് എന്നുള്ള ഏക യാഥാർത്ഥ്യമില്ല, മഞ്ഞിൻ്റെ ഭിന്ന രൂപങ്ങളേ ഉള്ളൂ. ഭാഷയിൽ യാഥാർത്ഥ്യം ഭിന്ന പ്രകാരങ്ങളിൽ കൂടിയാണ് തെളിയുക. അതുകൊണ്ട് എസ്കിമോ ഭാഷയിലൂടെ മഞ്ഞിലേക്ക് നോക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന യാഥാർത്ഥ്യബോധമല്ല മലയാളത്തിലൂടെ മഞ്ഞിലേക്ക് നോക്കുമ്പോൾ ഒരാൾക്ക് കിട്ടുന്നത്. അതല്ലാതെ കേവല വസ്തുവായിട്ട് യാഥാർത്ഥ്യം അപ്പുറം നിൽക്കുക, നിങ്ങൾ ഇപ്പുറം നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക, ഇതിനിടയിൽ ഒരു പ്രശ്നമില്ലാതിരിക്കുക, ഇത് സാധ്യമല്ല. കേവല വസ്തുവായി യാഥാർത്ഥ്യം അപ്പുറത്തുണ്ട് എന്ന് കരുതിയ 19-ാം നൂറ്റാണ്ടിലെ ഭൗതികവാദ ചിന്തയോടാണ് മാർക്സ് ഫെയർബാക്ക് തിസീസിൽ ഏറ്റുമുട്ടിക്കൊണ്ട് ഒന്നാമത്തെ തിസീസിൽ മാർക്സ് പറയുന്നത്, ഫെയർബാക്കിൻ്റെ തകരാറ് യാഥാർത്ഥ്യത്തെ, വസ്തുവിനെ കേവല വസ്തുവായി സങ്കല്പിക്കുന്നു, ആത്മനിഷ്ഠം കൂടിയായി കാണുന്നില്ല. എന്താ അതിൻ്റെ അർത്ഥം? നോക്കുന്ന ആളും നോട്ടത്തിന് വിധേയമാകുന്ന വസ്തുവും ചേർന്ന പ്രക്രിയയാണ് യാഥാർത്ഥ്യം. അല്ലാതെ നോട്ടത്തിന് പുറത്ത് കേവല വസ്തുവായി യാഥാർത്ഥ്യം നിലനിൽക്കുന്നില്ല. അങ്ങനെ ഉണ്ടെന്ന് സങ്കല്പിച്ചത് യാന്ത്രിക ഭൗതികമാണ്. ആ യാന്ത്രിക ഭൗതികത്തോടാണ് മാർക്സ് ഇടയാൻ ശ്രമിച്ചത്. നോക്കുന്ന ആൾ കൂടി ചേർന്ന് രൂപപ്പെടുന്ന പ്രക്രിയയാണ് യാഥാർത്ഥ്യം. അല്ലാതെ യാഥാർത്ഥ്യം എസൻഷ്യൽ അല്ല, പ്രോസസ്സാണ്. ഈ പ്രോസസ്സിനെ മനസ്സിലാക്കിയാലേ യാഥാർത്ഥ്യത്തെ മനസ്സിലാവൂ. അതുകൊണ്ടാണ് മുതലാളിത്തം എന്താണ് എന്ന് വിശദീകരിച്ചതിന് ശേഷം ക്യാപിറ്റലിൽ മുതലാളിത്തം എന്താണ്, അതെങ്ങനെ വികസിച്ചു വന്നു എന്നുള്ളതിൻ്റെ ഹിസ്റ്റോറിക്കൽ എംപരിക്കൽ വിശദീകരണത്തിന് ശേഷം മാർക്സ് അതിനെ സിദ്ധാന്തവൽക്കരിക്കുന്നു. മൂലധനം ഒരേ സമയം 3 കാര്യം ചെയ്യും. മുതലാളിത്തത്തിൻ്റെ ചരിത്രം, 16-ാം നൂറ്റാണ്ട് മുതൽ ആരംഭിച്ച് 19-ാം നൂറ്റാണ്ട് വരെ എത്തിയ മുതലാളിത്തത്തിൻ്റെ ചരിത്രം. 2, 19-ാം നൂറ്റാണ്ടിലെ വ്യാവസായിക മുതലാളിത്തത്തിൻ്റെ പ്രകൃതം, അതിൻ്റെ എംപരിക്കലായ വിശദീകരണം. 3, അതിൽ നിന്നുണ്ടാക്കുന്ന സിദ്ധാന്തം. അങ്ങനെ ഹിസ്റ്റോറിക്കൽ എക്സ്പ്ലനേഷൻ, എംപരിക്കൽ അനാലിസിസ്, തിയറൈസേഷൻ, ഇത് 3ഉം കൂടി ചേർത്താലേ നിങ്ങൾക്ക് യാഥാർത്ഥ്യത്തെ പിടികിട്ടൂ. അതല്ലാതെ യാഥാർത്ഥ്യത്തെ ഏതെങ്കിലും ഒരു പ്രതലത്തിൽ വെച്ച് പിടിക്കാൻ പറ്റില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട കാരണം, പ്രോസസ്സ് എന്ന് പറയുന്നതിൽ ഇത് 3ഉം കിടക്കുന്നുണ്ട്. ചരിത്രത്തിനകത്തെ ഇപ്പോൾ ട്രോട്സ്കി സാഹിത്യത്തെക്കുറിച്ച് എഴുതുമ്പോൾ ട്രോട്സ്കി പറയുന്നുണ്ട്, സാഹിത്യത്തിലെ വിപ്ലവം എന്താണ്? സാഹിത്യത്തിലെ വിപ്ലവം സാഹിതീയതയുടെ, കലയുടെ നിയമാവലികൾക്കകത്തുണ്ടാക്കുന്ന ഡിഫ്ലക്ഷൻസ് വഴി യാഥാർത്ഥ്യത്തെ പുതുതായി നിർമ്മിക്കലാണ് കലയിലെ വിപ്ലവം. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഡിഫ്ലക്ഷൻ. ഡീഫോം ചെയ്യാന്ന് പിന്നെ പിയറി മാഷർ എഴുതുന്നുണ്ട്, ഡീഫോം ചെയ്യുക യാഥാർത്ഥ്യത്തെ. കല എന്ന് പറയും, ഇപ്പം കവിത എഴുതുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും എഴുതിയിട്ട് കവിത എന്ന് പറഞ്ഞാൽ പറ്റില്ല. കവിതയ്ക്കൊരു രൂപാവലിയുണ്ട്, കവിതയ്ക്കൊരു പദകോശമുണ്ട്, അത് ചരിത്രത്തിലുണ്ടാക്കി വെച്ചൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിനകത്താണല്ലോ നിങ്ങൾക്ക് കവിത എഴുതാൻ പറ്റുള്ളൂ. ആ പാറ്റേണിനകത്തെ കവിത എഴുതാൻ പറ്റൂ. അതല്ലാതെ കവിതയ്ക്ക് നിങ്ങളുടെ തോന്നിയൊരു സാധനം എഴുതിയിട്ട് കവിതയാന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ എഴുതിയ സാധനം കവിതയാവണമെങ്കിൽ ഒന്നുകിൽ നിലനിൽക്കുന്ന കാവ്യവ്യവഹാരത്തിൻ്റെ ഉള്ളിലായിരിക്കണം, അല്ലെങ്കിൽ ആ കാവ്യവ്യവഹാരത്തോടെ ഇടയണം. ഇടയുമ്പോഴും കൂടെ തന്നെയാണ് കേട്ടോ. നമ്മുടെ വിചാരം ഇടയുമ്പോൾ കൂടെ അല്ല എന്നാണ്.
നിങ്ങൾ ഏറ്റവും കൂടുതൽ കൂടെ കൊണ്ടു കിടക്കണ ആരെയാന്ന് ചോദിച്ചാൽ ശത്രുക്കളെയാ. മിത്രങ്ങൾ ഇടയ്ക്കിടയ്ക്കേ വരൂ, ശത്രു എപ്പോഴും കൂടെ ഉണ്ട്. അതുകൊണ്ട് ശത്രുത എന്ന് പറയുന്നത് വിരോധമില്ലായ്മയല്ല, അല്ല ബന്ധമില്ലായ്മയല്ല, വിപരീത ബന്ധം. അത്രയേ ഉള്ളൂ. എപ്പോഴും കൂടെ ഉള്ളതാ ശത്രു. അതുകൊണ്ട് ഒരു രൂപത്തിൻ്റെ ചരിത്രത്തിനുള്ളിൽ നിന്നേ നിങ്ങൾക്ക് എഴുതാൻ പറ്റൂ. ആ ചരിത്രത്തോട് പലതരത്തിൽ എൻഗേജ് ചെയ്ത് ഈ എൻഗേജ്മെൻറ്റിൽ അതുവരെ ഉണ്ടായിരുന്ന രൂപസംവിധാനത്തിൽ ഉണ്ടാക്കുന്ന ഡിഫ്ലക്ഷൻ വഴി പുതിയൊരു യാഥാർത്ഥ്യത്തെ നിർമ്മിക്കുമ്പോഴാണ് കലയിൽ വിപ്ലവപരമായ ഉള്ളടക്കം വരുന്നത്. ട്രോട്സ്കിയുടെ ഈ ആശയത്തെ പിൻപറ്റിയിട്ടാണ് പിന്നീട് വാൾട്ടർ ബെഞ്ചമിനും ബ്രെറ്റും ഒക്കെ മോഡേണിസത്തെ ഡിഫെൻഡ് ചെയ്യുന്നത്. കാരണം മോഡേണിസം നിലനിൽക്കുന്ന റിയലിസ്റ്റ് റെൻഡറിങ്ങിനകത്തുള്ള ഒരു ഡിഫ്ലക്ഷൻ, അതുവഴി പുതിയ യാഥാർത്ഥ്യത്തെ ആവിഷ്കരിക്കാനായിട്ട് കല, സാഹിത്യം കരുത്ത് നേടുന്നു എന്നാണ് അവർ പറയാനായിട്ട് ശ്രമിച്ചത്. ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ പലതരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഈ സാന്ദർഭികമായിട്ട് അവരുടെ രചനകളിൽ നടത്തിയിട്ടുണ്ട്. ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ദ്രിയങ്ങൾ സൈദ്ധാന്തികരായിട്ടാണ് യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നത്. നിങ്ങളിപ്പോൾ ആനന്ദഭൈരവി കേൾക്കുമ്പോൾ ആദ്യമായിട്ട് കേട്ട ആനന്ദഭൈരവി ആവുകയല്ല. ആനന്ദഭൈരവിയുടെ ചരിത്രത്തിനകത്തെ ആനന്ദഭൈരവിക്ക് നിൽക്കാൻ പറ്റും. ഒരു രാഗത്തിൻ്റെ ചരിത്രത്തിനകത്തെ രാഗം രാഗാനുഭവമാകൂ. ആദ്യ കേൾവിയിൽ തന്നെ രാഗം വരില്ല. അത് ഹാൻസ് ഐസ്ലർ എന്ന് പറഞ്ഞ ഒരു മ്യൂസീഷ്യൻ, മാർക്സിസ്റ്റാണ്, ബ്രെറ്റിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് ഒരു രാഗം ആലപിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അദ്ദേഹം പറയുന്നത് ആലപിക്കുന്നതെല്ലാം രാഗഛായകളാണ്. ആനന്ദഭൈരവി നിങ്ങളിപ്പോൾ കർണാടക സംഗീതം കേട്ടറിയാലോ, ഒരു വരി ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അത് അടുത്ത വരി മറന്നുപോയിട്ടല്ല കേട്ടോ, ആവർത്തിക്കുന്ന എന്താണ്? ഒരു സ്കെയിലിനുള്ളിൽ ഈ വരി ഇങ്ങനെ പല രൂപത്തിൽ വിന്യസിച്ച് ഈ സ്കെയിലിൻ്റെ എല്ലാ സാധ്യതകളും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഐസലർ പറയണത് അങ്ങനെ പാടാവുന്നതൊക്കെ പാടിയതിന് ശേഷം പാടാനാവാത്തതായി നിങ്ങൾ സങ്കല്പിക്കുന്ന അനുഭവസ്ഥാനമാണ് രാഗം. കാരണം പാടിയതൊക്കെ രാഗഛായകളാണ്, അതിലൊന്നും രാഗമില്ല, അതൊക്കെ രാഗത്തിൻ്റെ ഷെയ്ഡ്സാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ യാഥാർത്ഥ്യം എന്ന് പറയുന്നതിൽ നമ്മുടെ സൈദ്ധാന്തിക ധാരണകൾ കൂടി കലരുന്നുണ്ട്. അല്ലാതെ അനുഭവം ശുദ്ധവും സിദ്ധാന്തം കൃത്രിമവും എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അമ്പലത്തിൽ ചെന്ന ഒരാൾ ശയനപ്രദക്ഷിണം നടത്തുന്നു. നമുക്കത് കാണുമ്പോൾ അസ്വാസ്ഥ്യമൊന്നും തോന്നാത്തത് നമ്മൾ മതപരമായൊരു പ്രത്യയശാസ്ത്ര വ്യവഹാരത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇത് കാണുന്നതുകൊണ്ടാണ്. അല്ലാന്ന് വെച്ചാൽ ഇതിങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. രാവിലെ ഒരാൾ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് വെറുതെ വഴി കിടന്ന് ഉരുളാണല്ലോ, അങ്ങനെ തോന്നുമല്ലോ. അങ്ങനെ തോന്നാത്തത് എന്തുകൊണ്ടാണ്? മതമുണ്ടാക്കിയ ഒരു അർദ്ധമണ്ഡലത്തിനുള്ളിൽ നിന്ന് ഈ ശയനപ്രദക്ഷിണം കാണുമ്പോൾ ഇത് വലിയ ഒരു മോക്ഷ പരിപാടിയാണല്ലോ എന്ന് നമുക്കും തോന്നും. ഈ അർദ്ധമണ്ഡലം വ്യാവഹാരികമായി ഈ മണ്ഡലമില്ല, ഈ പ്രക്രിയയ്ക്ക് മാത്രമേ അർത്ഥമുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു അബദ്ധമായിരിക്കും. നമ്മുടെ മിക്കവാറും എല്ലാ പ്രവൃത്തികൾക്കും അർത്ഥം ഉണ്ടാവുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇപ്പം നമ്മൾ കൈകൂപ്പി നിൽക്കുന്നു, മുട്ടുകുത്തി നിൽക്കുന്നു, ഇതിലൊക്കെ ഈ വ്യവഹാരമുണ്ട്, സിദ്ധാന്തമുണ്ട്. സിദ്ധാന്തത്തിൻ്റെ ഉള്ളിൽ അനുഭവം, സിദ്ധാന്തത്തിൻ്റെ ഉള്ളിലാണ് അനുഭവം. അതാ മാർക്സ് പറഞ്ഞത്, സെൻസസ് ബിക്കം തിയററ്റീഷ്യൻസ് ഇൻ ദെയർ ഇമ്മീഡിയറ്റ് പ്രാക്ടീസ്. തുടർന്ന് അദ്ദേഹം പറയും, ഐ ബിക്കംസ് ദ ഹ്യൂമൻ ഐ. മനുഷ്യൻ്റെ കണ്ണ് എങ്ങനെയാണ്? മാനുഷികമായി തീർന്ന കണ്ണാണ്. എന്താണ് മാനുഷികമായി തീർന്ന കണ്ണ്? കണ്ണ് കാഴ്ചകൾക്ക് ചരിത്രം ഉണ്ടാക്കി, കണ്ട് കാഴ്ചകൾക്ക് ചരിത്രം ഉണ്ടാക്കി. ആ ചരിത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങളിന്ന് നോക്കുമ്പോൾ ഇന്നലെ വരെയുള്ള കാഴ്ചയുടെ ചരിത്രത്തിലൂടെയാണ് നിങ്ങളിന്ന് നോക്കുന്നത്, കേവല സ്ഥാനത്തല്ല. ശുദ്ധമായിട്ട് കാണാൻ പറ്റില്ല, ശുദ്ധമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, വാക്വം എന്നതിൽ നിൽക്കാൻ പറ്റില്ല. ഇത് അനുഭവത്തിൻ്റെ കാര്യം മാത്രമൊന്നുമല്ല കേട്ടോ, വലിയ സിദ്ധാന്ത രൂപീകരണങ്ങളിൽ പോലും ഇത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഡാർവിൻ്റെ 1859 ഒറിജിനൽ സ്പീഷീസ് വന്നല്ലോ. ആ സ്പീഷീസ് വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം എംഗൽസ് അതിനെക്കുറിച്ച് എഴുതിയ ഒരു കമൻറ്റിൽ പറഞ്ഞൊരു കാര്യം, ഡാർവിനോട് അവർക്ക് വലിയ ബഹുമാനമായിരുന്നു കേട്ടോ, ഒട്ടും തള്ളിപ്പറയൊന്നുമല്ല. പക്ഷെ എംഗൽസ് പറഞ്ഞത് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഫണ്ടമെൻ്റൽ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്? ഓവർ പ്രൊഡക്ഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, നാച്ചുറൽ സെലക്ഷൻ. എംഗൽസ് പറഞ്ഞ ചെറിയ കാര്യം, ഇതിൽ ആദ്യത്തെ 3 പരിണാമ സിദ്ധാന്തത്തിൻ്റെ സങ്കല്പനങ്ങളായിരിക്കുന്നത് പോലെ തന്നെ മുതലാളിത്ത വിപണിയുടെയും സ്വഭാവമാണ്.
മുതലാളിത്ത വിപണിയെയും മാൽത്തൂസിയൻ ജനസംഖ്യാ സിദ്ധാന്തത്തെയും കൂട്ടിച്ചേർത്തിട്ടാണ് ഡാർവിൻ തൻ്റെ സൈദ്ധാന്തിക ചട്ടക്കൂട് വികസിപ്പിച്ചത് എന്ന് എംഗൽസ് നിരീക്ഷിക്കുന്നുണ്ട്. ഓവർ പ്രൊഡക്ഷൻ, മുതലാളിത്തം അതാണല്ലോ, ഓവർ പ്രൊഡക്ഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, നാച്ചുറൽ സെലക്ഷൻ അല്ല. ഇത് ഒരു ഗൂഢാലോചനയല്ല, മറിച്ച് ഇത് ഒരു എന്താ പറയുക, വാക്വത്തിൽ ശൂന്യസ്ഥാനത്ത് നിന്ന് നമുക്ക് സിദ്ധാന്തം ഉണ്ടാക്കാൻ പറ്റില്ല, ശൂന്യസ്ഥാനത്ത് നിന്ന് അനുഭവിക്കാനും പറ്റില്ല. ഐ ബിക്കംസ് ദ ഹ്യൂമൻ ഐ. ഇങ്ങനെ ധാരാളം നിരീക്ഷണങ്ങളിലൂടെ വികസിച്ചു വന്ന ഒന്നാണ് മാർസിൻ്റെ കലാസാഹിത്യ സമീക്ഷ എന്ന് പറയുന്നത്. പക്ഷെ ഇതൊന്നും ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. പിന്നീട് പല വഴികളിൽ അത് വഴിമാറിപ്പോവുകയാണ് ചെയ്തത്. എന്തായാലും എന്താണ് മാർക്സിസ്റ്റ് കലാദർശനത്തിൻ്റെ സാഹിത്യ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2-3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, അത് സാമൂഹിക ശാസ്ത്ര വിമർശനമല്ല. അതായത് സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ കലയുടെ സാഹിത്യത്തിൻ്റെ പശ്ചാത്തലമായി നിലനിൽക്കുകയും ഈ പശ്ചാത്തലമായ സാമൂഹിക യാഥാർത്ഥ്യത്തെ പകർത്തി കാണിക്കുന്ന സാമഗ്രിയായി കല സാഹിത്യം നിലനിൽക്കുകയും ചെയ്യുന്നു എന്നത് മാർക്സിസത്തിൻ്റെ സാഹിത്യ ദർശനത്തിൻ്റെ ഭാഗം അല്ല. മറിച്ച് സാഹിത്യം എന്ന് പറയുന്നത്, കലയെന്ന് പറയുന്നത്, ആശയാനുഭൂതികൾ എന്ന് പറയുന്നത് ചരിത്രപരമായ ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്നതും തിരിച്ച് ഈ ചരിത്രപരമായ ഭൗതിക ബന്ധങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് നിലനിൽക്കുന്നത്, കേവലല്ല. കേവലമായ അനുഭവലോകത്തെയാണ് നമ്മൾ ലാവണ്യം എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ആ ലാവണ്യാത്മകതയെ ചരിത്രപരമായ പ്രക്രിയയിലേക്ക് മാറ്റി വയ്ക്കുകയാണ് പൊതുവെ പറഞ്ഞാൽ ഈ മാർക്സിസ്റ്റ് സാഹിത്യ ദർശനം ചെയ്തത്. ഈ സമീക്ഷയിൽ നിന്ന് 4-5 തരത്തിലുള്ള വീക്ഷണഗതികൾ വികസിച്ചു വന്നു. അതുകൂടി പറഞ്ഞ് ഞാനിതങ്ങ് അവസാനിപ്പിക്കാം. എത്രയുണ്ട് കേട്ടത് പറയാൻ, ദിവസങ്ങൾ പറയാനുള്ളതുണ്ട്. ഞാനിതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏറ്റവും ചുരുങ്ങിയത് 5 തരത്തിൽ ഇത് കാണാം, അല്ലെങ്കിൽ ഇതിന് വിശദീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ഏത് ടെക്സ്റ്റിലും അതിന് ഒരു പ്രകടലോകവും അതിലൊരു ഗുപ്തലോകവും ഉണ്ടെന്ന് കരുതുക. ഓവർടാൻ പ്രത്യക്ഷമായി കാണുന്നൊരു ലോകം. ഈ പ്രത്യക്ഷമായ ലോകത്തിൻ്റെ പിന്നാമ്പുറത്ത് പ്രത്യയശാസ്ത്ര ബന്ധങ്ങളുടെ, വർഗപരമായ സംഘർഷങ്ങളുടെ ഒരു സൂക്ഷ്മതലം ഉണ്ട് എന്നും ഈ സൂക്ഷ്മതലത്തിൻ്റെ പ്രകടനമാണ് സാഹിത്യകൃതി എന്നും കരുതുന്ന പ്രത്യയശാസ്ത്ര വിമർശനം എന്ന് പറയുന്ന ഒരു സമീപനം മാർക്സിസ്റ്റ് സാഹിത്യ സിദ്ധാന്തമായിട്ട് വരുന്നുണ്ട്. രണ്ടാമത്തൊരു സമീക്ഷ കലാകാരൻ്റെയും കലാകാരിയുടെയും ഒക്കെ വർഗപരവും സാമൂഹികവുമായ പദവി പല രൂപത്തിൽ പ്രകാശിതമാകുന്നതാണ് കലയുടെ ലോകം. ക്ലാസ് പൊസിഷൻസിൻ്റെ എക്സ്പ്രഷൻസാണ്, വർഗസമീക്ഷയുടെ പ്രകാശനങ്ങളാണ് ഈ കലയിൽ കാണുന്നത് എന്ന മറ്റൊരു നിരീക്ഷണം. 3, ഓരോ ജനുസും, ഓരോ ഴാനർ എന്ന് നമ്മൾ പറയുന്ന ജനുസുകൾ, ഈ ജനുസുകൾ ഓരോന്നും സവിശേഷമായ സാമൂഹ്യ ചരിത്ര യാഥാർത്ഥ്യങ്ങളുടെ പ്രകാശനക്രമങ്ങളാണ്. ഇപ്പം നോവൽ എന്ന് പറയുന്നത് മധ്യവർഗത്തിൻ്റെ, ബൂർഷ്വാ മധ്യവർഗത്തിൻ്റെ ഉദയവുമായി ബന്ധപ്പെട്ടതാണ്. ട്രാജഡി എന്ന് പറയുന്നത് മധ്യകാല നാടുവാഴുത്തത്തിൻ്റെ ഭാവനാലോകവുമായി ബന്ധപ്പെട്ടതാണ്. ഭാവഗാനങ്ങൾ, ലിറിക്കുകൾ എന്ന് പറയുന്നത് ഉയർന്നു വരുന്ന ആധുനിക വ്യക്തിയുടെ ആന്തരിക വൈയക്തികതകളോട് ബന്ധപ്പെട്ടതാണ്. മധ്യകാല ട്രാജഡികളിൽ നിന്ന് മോഡേൺ കോമഡികളിലേക്കുള്ള മാറ്റം നാടുവാഴുത്തത്തിൽ നിന്ന് പുതിയ ബൂർഷ്വാ വികാസത്തിലേക്കുള്ള പരിവർത്തന ദശയെ സൂചിപ്പിക്കുന്നതാണ് എന്ന മട്ടിലൊക്കെയുള്ള ജനുസുകളെ ചരിത്രത്തിനകത്ത് വെച്ച് നോക്കുന്ന മൂന്നാമത്തെ ഒരു വിമർശന സമീക്ഷ മാർക്സിസത്തിൻ്റെ സാഹിത്യ സിദ്ധാന്തമായിട്ടുണ്ട്. നാലാമത്തേത്, ഓരോ സവിശേഷഘട്ടത്തിലും വികസിച്ചു വരുന്ന ആസ്വാദന രീതി സാമൂഹിക ആവശ്യങ്ങളെ കൂടി നിറവേറ്റുന്നുണ്ട്. അഥവാ സാമൂഹിക ആവശ്യങ്ങളുടെ നിർവഹണം എന്ന നിലയിലാണ് ആസ്വാദനം സംഭവിക്കുന്നത്. വെറുതെ ആസ്വദിക്കുകയല്ല. നോവൽ ആസ്വദിക്കാൻ തുടങ്ങുന്നത്, ചെറുകഥ ആസ്വദിക്കാൻ തുടങ്ങുന്നത് വെറുതെ ആസ്വദിക്കുകയല്ല. ഇപ്പം ചെറുകഥയിൽ എന്താണ് പഴയ കഥയും പുതിയ ചെറുകഥയും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, എം പി പോൾ പണ്ട് പറഞ്ഞ ഒരു ചെറിയ കാര്യം എടുത്താൽ അതിലുണ്ട്. ഒരു ചെറുകഥ തുടങ്ങുമ്പോൾ വീടിൻ്റെ പൂമുഖം വർണ്ണിക്കുകയും ആ പൂമുഖത്ത് ഒരു തോക്ക് തൂങ്ങിക്കിടക്കുന്നതായിട്ട് പറയുകയും ചെയ്താൽ കഥ അവസാനിക്കണേക്ക് മുമ്പ് തോക്ക് പൊട്ടിയിരിക്കണം എന്നാണ് എം പി പോൾ പറയുക. പൊട്ടാത്ത തോക്കാണെങ്കിൽ ചെറുകഥയിൽ വേണ്ട എന്ന് വെച്ചാൽ ചെറുകഥ
മറിച്ച് പഴയ കഥയിൽ യുക്തിക്ക് യാതൊരു റോളുമില്ല. അതുകൊണ്ടാണ് കഥയിൽ ചോദ്യമില്ല എന്ന് നമ്മൾ പണ്ടേ പറഞ്ഞിരുന്നത്. കഥയിൽ ചോദ്യം ചോദിക്കണ്ട, കേട്ടാൽ മതി. ഇപ്പോൾ പഴയ കഥ നോക്കൂ, പണ്ട് 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 എന്നാണ്. പുതിയ കഥയിൽ വരുമ്പോൾ അങ്ങനെയല്ല. 930 ആയിരിക്കും, അല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ടായിരിക്കും, അല്ലെങ്കിൽ 2000 കൊല്ലം മുമ്പായിരിക്കും. ഈ പണ്ട് പണ്ട് എന്നുള്ള ഏകകാലത്തിൽ നിന്ന് രേഖീയമായ കാലത്തിലേക്കുള്ള ട്രാൻസിഷൻ ആധുനികത കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ്. ആ മാറ്റത്തെ കഥ സ്വാംശീകരിച്ചത് കൂടിയാണ് ചെറുകഥ. അത് മാത്രമൊന്നുമല്ല കേട്ടോ, അച്ചടി വന്നു. ഒരു മാസികയിൽ 6 പേജിലോ 10 പേജിലോ അച്ചടിച്ചാൽ തീരണം. അതുകൊണ്ടാണ് ചെറുകഥയ്ക്ക് ഇത്രയും പേജായത്. അല്ലാതെ ഭാവന അവിടെ അവസാനിച്ചുകൊണ്ടൊന്നുമല്ല. നമ്മൾ കരുതുന്ന പോലെ എഴുത്തുകാരൻ്റെ സ്വകാര്യ ഭാവനയൊന്നുമല്ല അത് തീരുമാനിച്ചത്. ഇപ്പോൾ നോവലുകളൊക്കെ ഖണ്ഡശ അധ്യായങ്ങളായിട്ട് വരുന്നല്ലോ. എന്താ കാരണം? ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ 10 പേജിൽ ഒരു അധ്യായം നിൽക്കണം. ഈ ആഴ്ചപ്പതിപ്പാണ് ഈ അധ്യായം ഉണ്ടാക്കിയത്. അല്ലാതെ അധ്യായം ഉണ്ടാക്കിയിട്ട് ഈ എഴുത്തുകാരൻ കൊടുക്കുകയല്ല ചെയ്തത്. ഇപ്പോൾ ടോൾസ്റ്റോയുടെ ദീർഘമായ ചെറുകഥയുണ്ട്, ഡെത്ത് ഓഫ് ഇവാൻ ഇല്ലിച്ച്. ഇവാൻ ഇല്ലിച്ചിൻ്റെ മരണം ചെറുകഥയാണ്, 100 ചില്ലാൻ പേജുണ്ട്. ഇന്ന് നിങ്ങൾക്ക് 100 ചില്ലാൻ പേജുള്ള ഒരു ചെറുകഥ എഴുതാൻ പറ്റില്ല. കാരണം ഒരാഴ്ച പതിപ്പ് അച്ചടിക്കില്ല, 2 ആഴ്ച ചെറുകഥ മാത്രം അച്ചടിക്കണം. അതുകൊണ്ട് ഏത് ലിറ്റററി പ്രൊഡക്ഷൻ്റെ ഉള്ളിലും വാസ്തവത്തിൽ ഈ പറയുന്ന ഘടകങ്ങൾ പങ്കുചേരുന്നുണ്ട്. അങ്ങനെ ആസ്വാദനം എന്ന് പറയുന്നത് സോഷ്യോ ഹിസ്റ്റോറിക്കലായ ഒരു പ്രോസസ്സായിട്ടാണ് നടക്കുന്നത്. അതെങ്ങനെ നടക്കുന്നു എന്ന പരിശോധനയാണ് 4-മത്തെ ഒരു വഴി. 5-മത്തെ ഒരു പക്ഷേ ഏറ്റവും ഫലപ്രദമെന്ന് ഞാൻ കരുതുന്ന വഴി രൂപ സംവിധാനങ്ങളുടെ രാഷ്ട്രീയത്തെ നോക്കുക എന്നതാണ്. എന്താണ് ഒരു ഫോം? ഫോമിനെ കുറിച്ചുള്ള ജെയിംസന്റെ വളരെ മനോഹരമായ വിശദീകരണം സെഡിമെന്റഡ് കണ്ടന്റാണ്. ഊറിക്കൂടി നിൽക്കുന്ന ഉള്ളടക്കമാണ് രൂപം. എങ്ങനെയാണ് ഒരു ചരിത്രബന്ധം, സമൂഹം ഒരു രൂപ സംവിധാനത്തിനകത്ത് ഊറിക്കൂടി നിൽക്കുന്നത് എന്നും മനോഹരമായൊരു വിശദീകരണം നമ്മുടെ റെയ്മണ്ട് വില്യംസ് മോഡേണിസ്റ്റ് നോവലുകളിലെ ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവും റിയലിസ്റ്റ് നോവലുകളിലെ തേർഡ് പേഴ്സൺ നെറേറ്റീവും വെച്ച് പറയുന്നുണ്ട്. തേർഡ് പേഴ്സൺ നെറേറ്റീവ് വരുന്ന സമയത്ത് താരതമ്യേന ഭദ്രമായൊരു ലോകം പുറത്തുണ്ട്. അവരുടെയും ലോകം ഭദ്രമായിരിക്കുമ്പോൾ അതിനോട് ചേർന്ന് നിന്ന് എൻ്റെ ലോകവും കൂടി ഉണ്ടാകുന്നു. അതുകൊണ്ട് കഥയിൽ അവരും ഉൾപ്പെടുമ്പോൾ ഞാനും വരും. മറിച്ച് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകം എത്തിയപ്പോൾ ഈ ഭദ്രലോകം ഇല്ല, എൻ്റെ കഥ പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവ്. അതുകൊണ്ട് ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവ് റിയലിസ്റ്റ് ആണെന്ന് അദ്ദേഹം പറയാം. ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവ് മോഡേണിസ്റ്റ് റിയലിസമാണ്. കാരണം റിയാലിറ്റിയുടെ സ്ട്രക്ചറിൽ വന്ന മാറ്റാം. റിയാലിറ്റി അപ്പുറത്ത് ഭദ്രമായിട്ട് നിൽക്കുകയല്ല, റിയാലിറ്റി ശിഥില യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്ത് എന്താണ് മറ്റേ എലിയറ്റിൻ്റെ പ്രയോഗം ഉണ്ടല്ലോ, ഹീപ്പ് ഓഫ് ബ്രോക്കൺ ഇമേജസ്. ഭഗ്നബിംബങ്ങളുടെ കൂമ്പാരത്തിനുള്ളിൽ നിങ്ങൾ എങ്ങനെ ഉറച്ചു നിൽക്കും? നിങ്ങൾ മാത്രമായിട്ട്. അതുകൊണ്ട് ഫസ്റ്റ് പേഴ്സണിലേക്ക് വരും. അതുകൊണ്ട് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ എക്സ്പ്രഷനാണ്, അല്ലാതെ ഒരു നെറേറ്റീവ് ടെക്നിക്കല്ല. ഇതാണ് റെയ്മണ്ട് വില്യംസ് ഒക്കെ കൊണ്ടുവരുന്നത്. ഇങ്ങനെ ഫോമിൻ്റെ ഓരോ അംശത്തെയും സൂക്ഷ്മമായിട്ട് നോക്കുന്ന 5-മത്തെ ഒരു വിശദീകരണ രീതിയും ഉണ്ട്. ഒരുപക്ഷെ വ്യക്തിപരമായി ഞാൻ കരുതുന്നത് ഇന്നത്തെ നിലയിൽ ഒരുപക്ഷെ മാർക്സിസ്റ്റ് സാഹിത്യ വിമർശനത്തിന് ഏറ്റവും സൂക്ഷ്മത വരുന്നത് ഈ അവസാനം പറഞ്ഞ രൂപത്തിലാണ്. ഫോമിനെ ചരിത്രവൽക്കരിക്കാനുള്ള അതിൻ്റെ ഏറ്റവും മനോഹരമായ 2 ഉദാഹരണങ്ങൾ, ഒന്ന് സാഹിത്യ വിമർശനത്തിലല്ല, കലാചിന്തയിൽ ജോൺ ബർജർ എന്നു പേരായ കലാവിമർശകൻ അടുത്തിടയ്ക്കാണ് മരിച്ചുപോയത്. അദ്ദേഹത്തിൻ്റെ അതിഗംഭീരമായൊരു പഠനമുണ്ട്, വെയ്സ് ഓഫ് സീയിങ്, കാഴ്ചയുടെ വഴികൾ. അത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ പുസ്തകത്തിന് തലക്കെട്ടുണ്ടാക്കിയത്, കൺവഴികൾ. അന്നത് പുള്ളിയുടെ വഴിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. ഞാൻ KGS ഒരു ലേഖനം വായിച്ചിട്ടാണ് ആ തലക്കെട്ടെടുത്തത്. ACK രാജായുടെ കൺവഴികൾ എന്ന് പറഞ്ഞിട്ട് KGS പണ്ട് എഴുതിയൊരു ലേഖനത്തിൽ അന്ന് തലയിൽ കയറിയതായി കൺവഴികൾ എന്നുള്ള വാക്ക്. എന്നെങ്കിലും എഴുതണം എന്ന് തീരുമാനിച്ചതാണ്. ഞാനൊരു രഹസ്യം കൂടി പറയാം. ഇപ്പോൾ ചില വാക്കുകൾ കിട്ടുമ്പോൾ അതിൻ്റെ മനോഹാരിത കൊണ്ട് അത് വെച്ചൊരു ലേഖനം എഴുതണമെന്ന് തീരുമാനിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പം ത്യാഗരാജനെ കുറിച്ച് ദീക്ഷിതരുടെ ഒരു കീർത്തനമുണ്ട്. അത് ത്യാഗരാജ യോഗ വൈഭവം എന്നാണ്. ആ വാക്കിൻ്റെ ഒരു മനോഹാരിത കൊണ്ട് ഞാൻ ആ തലക്കെട്ടിലൊരു പുസ്തകം തന്നെ എഴുതി. അതിലാദ്യം തീരുമാനിച്ചത് തലക്കെട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ലേഖനം എഴുതിയത്. കൺവഴികൾ അങ്ങനെ വന്നതാണ്. അത് മനോഹരമായ പുസ്തകമാണ്, വെയ്സ് ഓഫ് സീയിങ്. അതിൽ അദ്ദേഹം എങ്ങനെയാണ് ഈ എണ്ണച്ചായ, ഓയിൽ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് ഒരേ സമയം 3 കാര്യങ്ങൾ നിർവഹിക്കുന്നു എന്ന് അദ്ദേഹം പറയും. ഒന്ന്, പുതുതായി എമർജ് ചെയ്തു വരുന്ന ബൂർഷ്വാ സൊസൈറ്റിയുടെ സാങ്കേതിക വിദ്യയെ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നു. 2, ബൂർഷ്വാസിയുടെ വേൾഡ് വ്യൂ, ലീനിയർ പെർസ്പെക്റ്റീവ്, വസ്തുവൽക്കരണം തുടങ്ങിയവയെ അത് ഉൾക്കൊള്ളുന്നു. 3, ബൂർഷ്വാസി ജന്മം നൽകിയ വിപണിയെ കലയിലേക്ക് സന്നിവേശിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു ഭാഗത്ത് വിപണി, മറ്റൊരു ഭാഗത്ത് സാങ്കേതിക വിദ്യ, മൂന്നാമതൊരു ഭാഗത്ത് ബൂർഷ്വാസിയുടെ ലോകബോധം. ഇത് 3ഉം ഉൾപ്പെടുന്ന ഒരു ജനുസായിട്ട് എങ്ങനെ
ഒരു ആർട്ടിഫാക്റ്റായിട്ട് എങ്ങനെ ഓയിൽ പെയിൻറ്റിങ് മാറി എന്നതിൻ്റെ അതിഗംഭീരമായ വിശദീകരണമാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം നടത്തുന്നത്. അതൊരു മനോഹരമായ വിശദീകരണമാണ്. മറ്റൊന്ന് ഇവിടെ നേരത്തെ ജോസി സൂചിപ്പിച്ച ഫ്രെഡറിക് ജെയിംസന്റെ പൊളിറ്റിക്കൽ അൺകോൺഷ്യസ് എന്ന സങ്കല്പനാണ്. രാഷ്ട്രീയ അബോധം, പാഠരൂപങ്ങളിൽ നിലീനമായി കിടക്കുന്ന ചരിത്രത്തെ പല പല പടവുകളായി ചെന്ന് പ്രമേയതലത്തിൽ, രൂപസംവിധാനത്തിൻ്റെ തലത്തിൽ, അനുഭവബോധങ്ങളുടെ തലത്തിൽ ഒക്കെ ചരിത്രത്തിൻ്റെ പല ലെയറുകളെ അഴിച്ചെടുക്കാൻ പര്യാപ്തമായ ഒരു വിശദീകരണ പദ്ധതിയാണ് പൊളിറ്റിക്കൽ അൺകോൺഷ്യസ് എന്നുള്ളത് വഴി ജെയിംസൺ മുമ്പോട്ട് വയ്ക്കുന്നത്. ഈ വഴിയായിരിക്കും ഒരുപക്ഷെ മാർക്സിസ്റ്റ് കലാവിമർശനം അല്ലെങ്കിൽ സാഹിത്യ വിശകലനം ഏറ്റവും സർഗാത്മകമായി വികസിച്ച വഴി എന്നാണ് വ്യക്തിപരമായി ഞാൻ കരുതുന്നത്. അതിൻ്റെ അർത്ഥം മറ്റതൊക്കെ അപ്രധാനമാണെന്നൊന്നുമല്ല, അവയുടെയൊക്കെ ഉൾക്കാഴ്ചകൾ പലതും ഇതിനകത്തുണ്ട്. ഇതൊക്കെ ഞാൻ വിശദീകരണപരമായി വേർതിരിച്ച് പറയുന്നു എന്നല്ലാതെ ഇവയൊക്കെ വാട്ടർ ടൈറ്റായി വേറിട്ട് നിൽക്കുമെന്നല്ല. ധാരാളം കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നുണ്ട് എന്ന് പറയാം. അന്തിമമായിട്ട് മാർക്സിൻ്റെ ഒരു വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാണ് കല ഇപ്പോഴും നമ്മെ മോഹിപ്പിക്കുന്നതും? എന്താണ് കലയുടെ പ്രാധാന്യം? അൽത്യൂസറും മാർക്സ് പറഞ്ഞൊരാശയത്തെ പിന്നെ അൽത്യൂസർ വികസിപ്പിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്യവൽകൃതമല്ലാത്ത ജീവിതത്തെ മനുഷ്യന് നോക്കിക്കാണാനുള്ള ഒരേ ഒരു സാധ്യത കലയുടേത്. കാരണം നമ്മുടെ ജീവിതമൊക്കെ വളരെ അന്യവൽകൃതമാണ്. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ പ്രസംഗിക്കുന്നു അല്ലെങ്കിൽ പഠിപ്പിക്കുന്നു. പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാൾ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും തന്നെ ചെയ്തുകൊണ്ടിരിക്കും, വേറൊന്നും ചെയ്യില്ല. മനുഷ്യൻ എപ്പോഴാണ് സ്വതന്ത്രനാവുന്നത് എന്ന ചോദ്യത്തിന് മാർക്സ് പറഞ്ഞ മനോഹരമായ ഒരു ഉത്തരം, ഒരാൾ രാവിലെ മീൻ പിടിക്കാൻ പോവുകയും ഉച്ചയ്ക്ക് ഷേക്സ്പിയർ വായിക്കുകയും വൈകുന്നേരം ഗുസ്തിക്ക് പോവുകയും രാത്രി ബിഥോവൻ കേൾക്കുകയും ചെയ്യുമ്പോഴാണ് അയാൾ സ്വതന്ത്രനാവുന്നത്. നമ്മൾ എന്ത് ചെയ്യും? മീൻപിടുത്തക്കാരൻ ജീവിതകാലം മുഴുവൻ മീൻ പിടിച്ചുകൊണ്ടിരിക്കും, ഗുസ്തിക്കാലം ജീവിതം മുഴുവൻ ഗുസ്തി പിടിച്ചുകൊണ്ടിരിക്കും. അല്ലാതെ ഗുസ്തിക്കാരൻ തത്വചിന്ത ചെയ്യണമെന്നോ തത്വചിന്തൻ മീൻ പിടിക്കണമെന്നോ മീൻപിടുത്തക്കാരൻ പാട്ട് കേൾക്കണമെന്നോ നമ്മൾ കരുതുന്നില്ല. മാനുഷികമായ സാധ്യതകളുടെ പൂർണ്ണ പ്രകാശനത്തിലാണ് അന്യവൽക്കരണത്തെ മറികടക്കാൻ കഴിയുക. മാനുഷികമായ സാധ്യതകളുടെ പൂർണ്ണ പ്രകാശനം. നമ്മുടെ ജീവിതം മാനുഷികമായ സാധ്യതകളെ വെട്ടിമുറിച്ച് ശകലീകരിച്ച് വസ്തുവൽക്കരിച്ച ഒന്നാണ് നമ്മുടെ ജീവിതം. ഈ വസ്തുവൽക്കരണത്തെ ഭേദിക്കാൻ മനുഷ്യവംശത്തിൻ്റെ കയ്യിലുള്ള ഒരേ ഒരു ആയുധത്തിൻ്റെ പേരാണ് കല എന്നത്. അതുകൊണ്ടാണ് കല അനിവാര്യമായിരിക്കുന്നത്. ദ നെസസിറ്റി ഓഫ് ആർട്ട് എന്ന് ഏണസ്റ്റ് ഫിഷർ ഒരു പുസ്തകവും എഴുതിയിട്ടുണ്ട്.